ഏവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കായി ചിരിയുടെ പുത്തൻ ആശയങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു ഹാസ്യ വിരുന്നൊരുക്കുകയാണ്. നമ്പർ 1 കോമഡി കൊച്ചിൻ നോർത്ത്. ഓർത്ത് ചിരിക്കാം, ഓർമ്മയിൽ സൂക്ഷിക്കാം. നമ്പർ 1 കോമഡി കൊച്ചിൻ നോർത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പൊന്ന് സതീശ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ദാമ്പത്യത്തിൽ നീ നിൻ്റെ ഭാര്യയും തമ്മിലൊരു ചെറിയ കശപിശയുണ്ടായി. സ്വാഭാവികം. ചട്ടിയും കലമാകുമ്പോൾ തട്ടിയും മുട്ടി എന്നൊക്കെ പറഞ്ഞിരിക്കത്തില്ലേ? എടാ, ഭാര്യയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഭർത്താക്കന്മാരായ നമ്മളൊന്ന് താന്നു കൊടുക്കണം. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഒരു ആകാശം ഇടിഞ്ഞ് നമ്മുടെ തലയിട്ട് വീഴുവോ ഇല്ല. എടാ, ഞാൻ പറയുന്നത് നീ കേൾക്ക്. എടാ, ഭാര്യയുമായിട്ടൊരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മളൊന്ന് താന്നു കൊടുക്കണം. അതാണ് നമ്മുടെ മാന്യത. അപ്പം അവരുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനം ഉയരത്തേ ഉള്ളൂ. എടാ, അത് മനസ്സിലാക്ക്. കുറേയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. എടാ, ദാമ്പത്യം എന്നൊക്കെ പറയുന്നത് കുറേ അഡ്ജസ്റ്റ്മെൻറ്റാണ്. ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കണം. അങ്ങനെ വേണം. എടാ, ഒരു മിനിറ്റ് കോൾ വരുന്നുണ്ട്. എടാ, എൻ്റെ വൈഫ് വിളിക്കുന്നത്. ഞാനിപ്പോൾ തന്നെ വിളിക്കാം. എന്താടി എന്നിട്ട്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യരുതെന്ന്. കേട്ടല്ലോ? ആഹാ, പിന്നെ നീ അത്ര വാശി പിടിച്ചാൽ ഞാൻ അങ്ങ് തോറ്റു വരുമൊന്നുമില്ല. നീ വാശി പിടിച്ച് നോക്ക്. ഞാൻ താന്നു തന്നെ വന്നോ? എടി, നീയല്ലേ ഒരു പെണ്ണ്, നീയല്ലേ താന്നു തരേണ്ടത്? അതൊക്കെ മനസ്സിലാക്കണം. ഇവിടെ കുറച്ചൊക്കെ അത്ര വലിയ ഇതാണെങ്കിൽ നീ പക്കിലോട്ട് സോപ്പിട്ട് അങ്ങനെ ആക്കിടി. നീ പോയാൽ വേറെ പെണ്ണ് കിട്ടും എനിക്ക്. അല്ല പിന്നെ കൂടുതൽ കളിക്കല്ലേ, എൻ്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ല. അല്ല പിന്നെ ഇതാണ് കുഴപ്പം. മറ്റുള്ളവരെ ഉപദേശിക്കാൻ നമുക്ക് 100 നാവുണ്ട്. പക്ഷെ നമ്മുടെ ഒരു കാര്യം വന്നാൽ നമ്മളിങ്ങനെയൊക്കെ തന്നെ പെരുമാറും, അല്ലേ? ഇല്ലെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്ക്. ചേട്ടാ, എന്താ ചേട്ടാ വിഷമം തന്നെ? ഒന്നും പറയണ്ടല്ല. കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായില്ലേ? കുട്ടികളില്ലാത്ത വിഷമമായി. കുട്ടികളില്ലാത്തൊരു വിഷമമില്ലെന്നേ. പിന്നെന്താണ്? അപ്പൊ അവള് പറഞ്ഞ മുഴുവൻ ഞാൻ അനുസരിക്കണം. ചേച്ചി, ഞാൻ പറഞ്ഞ അവളോട്ട് അനുസരിക്കുകയില്ല. അത് ശരി. അപ്പൊ അത് ഞാൻ പറഞ്ഞ അവൾ അനുസരിക്കുന്ന രീതിയിൽ ഒരു സംഗതി ഉണ്ടാക്കി തരണം. ചേട്ടാ, അതിനൊരു ഐഡിയ ഉണ്ട്. ഭാര്യമാരെ അനുസരിപ്പിക്കാൻ 101 കുറുക്ക് വഴികൾ എന്നൊരു പുസ്തകമുണ്ട്. അത് മേടിച്ച് വായിച്ചാൽ മതി. ചേട്ടനെ കണ്ട ചേച്ചി പേടിച്ച് ഓടിക്കളയും. അത് ആരെഴുതിയ പുസ്തകം? അത് പുരുഷു എന്ന് പറയുന്ന ഡോക്ടർ എഴുതിയ സുന്ദരം പുസ്തകമാണ്. പക്ഷെ അല്പം കാശ് കുറവ് വരും. അത് അവർക്ക് കാശ് കൊടുക്കണോ? ചേച്ചി കൊടുക്കുന്ന കാര്യമില്ല. ഡോക്ടർക്ക് പുസ്തകത്തിനുമായിട്ട് കുറച്ച് കാശ്. ഒന്നും പറയണ്ട എന്റെ പെങ്ങളെ. ഇതുവരെ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കില്ല. അപ്പൊ ഡോക്ടർ പുരുഷന്റെ ഒരു പുസ്തകമുണ്ട്, ഒരു കുറുക്ക് വഴികൾ. അത് ഞാൻ വായിച്ച് പഠിച്ചാൽ മതി എന്നാ അനിയൻ പറയണത്. ഞങ്ങളൊന്ന് അങ്ങോട്ട് പോകും. ചേട്ടനെ കണ്ട പേടിച്ച് പോകും ചേച്ചി. ഭർത്താക്കന്മാരെ അനുസരിച്ച് കുറുക്ക് വഴിയുള്ള ബുക്ക് ഉണ്ടോ? ആ പുസ്തകമുണ്ട്. ഡോക്ടർ സുമലത എഴുതിയ പുസ്തകമുണ്ട്. അതിപ്പോ കിട്ടുമോന്നറിയില്ല. ഭർത്താക്കന്മാരെ അനുസരണം പഠിപ്പിക്കുന്ന കുറുക്ക് വഴികൾ. ആ പുസ്തകം ഇപ്പൊ കിട്ടത്തില്ല. അവരിപ്പോ സെൻട്രലില്ലേ? അവര് ഭർത്താവിനെ അനുസരിപ്പിക്കാൻ നോക്കി, ഭർത്താവ് അനുസരിച്ചില്ല. ചെലവയ്ക്ക് ഒറ്റയായി ആള് തട്ടിപ്പോയി. ഇപ്പൊ സെൻട്രലിൽ കിടക്കുക. ഇപ്പൊ പോലീസുകാർ പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കാം. അതാണ് ചേട്ടനുള്ള കുറുക്ക് വഴി ഞാൻ ഒപ്പിച്ചുതരാം. ഭാര്യയെ പഠിപ്പിച്ചാ പോലെ ഞാൻ റെഡിയാക്കി തരാം. ഡോക്ടറെ, ഡോക്ടറെ. ഞങ്ങള് ഒന്ന് കാണാമെന്നോ ഡോക്ടറെ? എന്താ കാണലൊക്കെ ക്ലിനിക്കിൽ ഇവിടെ പറ്റില്ല. അല്ല, ഇത് എന്റെ ഒരു അയലോക്കാരനല്ലേ? അയലോക്കാരനാ ഇയാളാ? എന്റെ പുള്ളിയുടെ അയലോക്കാരൻ. ആണോ? എന്താ അയലോക്കാരൻ? പുള്ളിക്ക് ഭാര്യ എനിക്ക് ഭയങ്കര പേടി. അവളെ അനുസരണ പഠിപ്പിക്കാനായിട്ടുള്ളൊരു പുസ്തകം എഴുതിയല്ലോ. മറ്റേ ഭാര്യമാരെ എങ്ങനെ അനുസരണ പഠിപ്പിക്കാന്നുള്ള 101 കുറുക്ക് വഴികൾ. അതെന്റെ പുസ്തകമാണ്. ഭയങ്കരമായിട്ട് ഓടിയ പുസ്തകമാണത്. ചൂടപ്പം പോലെ പോയി. ടിൻ കണക്കിനാണ് പോയത്. ഇപ്പൊ എന്താ വേണ്ടത്? ഒരു 2500 രൂപയാകും. കാരണം കുറുക്ക് വഴിയാണ്. 2500 ആയാലും വേണ്ടില്ല. അനുസരണ പഠിപ്പിക്കണം. എന്നാ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഏത് അനുസരണ പഠിപ്പിക്കാത്ത ഭാര്യമാരും അനുസരണ പഠിക്കും. നമ്മൾ അനുസരിക്കും. നമ്മൾ അവിടെ നിൽക്കണേന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. അതാണ് എന്റെ ബുക്കിന്റെ വില. എത്ര കോപ്പി വേണം? അല്ല, കോപ്പി വേണം. ഒരു കാര്യമുണ്ട്. സംഗതി മൊത്തം ഇതിന് ചൂടപ്പം പോലെ വിറ്റുപോയ സാധനമാണ്. അത് കാരണം ഫുൾ പോയി. ഇപ്പൊ ഒന്നും പോലും കയ്യിലില്ല. അതുകൊണ്ട് പുതിയ കോപ്പി നമ്മള് തരാം. പുതിയ പോലും ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതേ അല്ല, കംപ്ലീറ്റ് തീർന്നത്. ഞാൻ ക്ലിനിക്കിൽ വെച്ചേക്കണം. ഇവിടെ വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ക്ലിനിക്കിൽ വെച്ചേക്കുന്നത്. പക്ഷെ ക്ലിനിക്കിലേക്ക് വന്നാൽ മതി. നിങ്ങൾ നാളെ വാ. അയ്യോ, നാളെ പഞ്ചായത്ത് ഓഫീസിൽ പോകേണ്ട ദിവസം. എന്റെ പൊന്നി ചേട്ടാ, നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസൊക്കെ മാറ്റി വെക്കും. നിങ്ങൾക്ക് 101 വഴികളിൽ അനുസരണം പഠിപ്പിക്കണോ? ക്ലിനിക്കിലേക്ക് നാളെ വാ, ഒരെണ്ണം എടുത്ത് തരാം. ഡോക്ടർ വിചാരിച്ച ഒരെണ്ണം വരാൻ പറ്റും. നോക്കിയോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോ പണിത്തിരക്കണം. ഡോക്ടറിന്റെ ഒരു നിങ്ങൾക്ക് അറിയില്ലേ? ഡോക്ടറെ, വക്ക് കീറിയതാണെങ്കിലും കുഴപ്പമില്ല. ഒരു കോപ്പി. വക്ക് കീറിയ ഇവിടെ വക്ക് കയറിയൊന്നുമില്ല. എല്ലാം നല്ല ഫ്രഷ് കോപ്പികൾ. അവരുടെ ക്ലിനിക്കിലേക്ക് വന്നാൽ തരാന്ന്. നിങ്ങൾ ഭയങ്കര സംഭവമാണല്ലേ. ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ എന്തൊക്കെ ഇരിക്കണം നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇവിടെ ബുക്കൊക്കെ തീർന്ന് ക്ലിനിക്കിലേക്ക് പോവാ. നാളെ തരാന്നല്ലേ പറഞ്ഞത്. അങ്ങനെ പറയരുത് ഡോക്ടർ. നാളെ വണ്ടിയിൽ വരാന്ന് പറഞ്ഞ വലിയ ഒന്ന് പോടോ താടിക്കാരെ അവിടെ പറഞ്ഞാൽ മനസ്സിലാവും. പുള്ളിയുടെ അവസ്ഥ ഇറങ്ങി കയറി സ്വന്തം വീട് വരെ
എടാ ഇറങ്ങിപ്പോ, ക്ലിനിക്കിലേക്ക് വരാൻ പോകണം. ഒരു ആവശ്യമല്ലേ ഡോക്ടർ? എന്താ ആവശ്യം? ഇവിടെ ഞാൻ ഇടിയോട്ടെ എന്ന് പറഞ്ഞ് എല്ലാരും കൂടി ഓടി എന്റെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ശരിയാണ്. ഇതൊക്കെ ക്ലിനിക്കിലാണ് ഞാൻ വെച്ചേക്കണത്. പൊക്കോ ഡോക്ടർ ഒരെണ്ണം താ ഡോക്ടർ പ്ലീസ്. ഒന്ന് പോടാ അവിടെ നിന്ന്. കാര്യം പറഞ്ഞാലും മനസ്സിലായി. പണിയുണ്ടെന്ന് ഇവിടെ പൊക്കോ. പണിയോ? ഇവിടെ പോടാ അവിടെ നിന്ന്. പെണ്ണുമുള്ള വണ്ടിയിലും ഇതൊക്കെ തുടക്കി നിൽക്കണം, അല്ലെങ്കിൽ അവളിൽ നിന്ന് തല്ലിക്കൊല്ലും. മുറ്റത്ത് കുറുക്ക് വഴി അവളിൽ മാത്രമേ ഏറ്റില്ലടോ. ലോകത്തിലെ ഏറ്റവും ജനപ്രീതി ആർജിച്ച മാധ്യമമാണ് സിനിമ. ഇന്ന് സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ തിരക്കാണ് സിനിമ ഷൂട്ടിങ്ങുകൾ കാണുക. സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള ജനങ്ങളുടെ 4% പോലുമില്ല സിനിമ കൊട്ടകയ്ക്കുള്ളിൽ. ആ ഒരു പ്രതിസന്ധിയാണ് ഇന്ന് സിനിമകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഏതൊരു ചെറുപ്പക്കാരൻ്റെയും ചെറുപ്പക്കാരിയുടെയും മനസ്സിലെ മോഹമാണ് ഒരു സിനിമാ നടനാവുക, നടിയാവുക, അതുമല്ലെങ്കിൽ സിനിമയുമായി ബന്ധമുള്ള ഒരാളാവുക എന്നുള്ളത്. ഈ ആഗ്രഹവും മനസ്സിലേറി നമ്മുടെ ചെറുപ്പക്കാരന്മാരും ചെറുപ്പക്കാരികളും ധാരാളം ചലച്ചിത്ര സംവിധായകരെയും തിരക്കഥാകൃത്തുക്കളെയും നിർമ്മാതാക്കളെയും പോയി സമീപിക്കാറുണ്ട്. ഇവിടെ ഇതാ സിനിമ എന്തെന്ന് പോലും അറിയാത്ത ചിലർ ചേർന്ന് സിനിമയിലേക്ക് പുതുമുഖ താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ഇൻ്റർവ്യൂ നടത്തുകയാണ്. ആ രസകരമായ ഹാസ്യരൂപകത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഒരു സിനിമ ഇൻ്റർവ്യൂ. എന്റെ സാറ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കഴിവുള്ള ഒരു ആർട്ടിസ്റ്റിനെ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. ഇന്ന് ഇന്റർവ്യൂ ഉണ്ട് സാർ, ഇന്ന് കിട്ടി, എനിക്ക് ഉറപ്പാണ്. ഉറപ്പ്. ഞാനാ പറയുന്നത്. എന്റെ പ്രൊഡ്യൂസറാണ് വിളിച്ചത്. ഇന്നൊരു പുതുമുഖ നായനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ സിനിമ തന്നെ ക്യാൻസൽ ആക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ അസിസ്റ്റന്റ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിട്ടോ. ഒന്ന് വേഗം പാടോ. പൊന്നെ വരവൊക്കെ കണ്ട. ഇപ്പൊ ആ മമ്മൂട്ടി നമ്പർ എന്ന് പറഞ്ഞേ. മമ്മൂട്ടി നമ്പർ 9847 4 അത് ആ മോഹൻലാൽ നമ്പർ എന്ന് പറയണോ? മോഹൻലാലിന് പറയാം. മോഹൻലാലിന്റെ 944 അയ്യോ മറന്നുപോയി. സുരേഷ് ഗോപിടെങ്കിലും ഒന്ന് ഓർത്ത് പറ. അത് തരാം. ലാൻഡ് ഫോൺ ഉള്ളണ്ടേ? ലാൻഡ് ഫോൺ മതി. വിളിച്ചേക്കണത്രേ ഉള്ളൂ. 0471 69 സുരേഷ് ഗോപിയുടെ ഉണ്ടോ അല്ലേ? അവനെ അറിയത്തുള്ളൂ. തത്തമംഗലം ഗീതറ നമ്പർ എന്ന് പറഞ്ഞേ. 9847340319. പറവൂർ ശാന്ത 974495. എടാ പ്രൊഡ്യൂസറാണ് വിളിച്ച. ഇന്നൊരു പുതുമുഖ നായനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ സിനിമ തന്നെ ക്യാൻസൽ ആക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത്. പുതുമുഖ നാള് സാർ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നു. സാറിന് ഈ കഴിവുള്ളവരെ സാറിന്റെ കൈ എത്തത്തില്ല സാർ. എന്താണ് നീ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്ന കഴിവുള്ളവരുടെ കൈ എത്തിക്കാണ്ടാണ് എന്റെ കുഴപ്പം. അതെ, എന്ത് ഞാൻ കൈ എത്തിക്കണം? സാറിന്റെ കൈയെത്തും ദൂരത്ത് കഴിവുള്ളവർ നിന്നാൽ പോലും സാറിന് ഞാൻ കൈ എത്തിച്ച്. എവിടെ കലാകാരൻ? എവിടെ കഴിവുള്ള? ഈ കൈ എന്താ ഇങ്ങോട്ട് എത്തത്തില്ലേ? നീയാ ഒറ്റ പെടഞ്ഞാൻ പറ്റിയ എന്തെങ്കിലും ഒരു മിമിക്രി, അല്ലെങ്കിൽ ഒരു മോണാക്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പാട്ട്, എന്തെങ്കിലും ഒരു കലാവാസന ഉണ്ടെങ്കിൽ എന്റെ എത്ര സിനിമയിൽ ഞാൻ തന്നെ കയറ്റി വിട്ടാനേ. സാറിന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ സാർ ഇന്ന് വരെ, ഞാൻ 10-15 വർഷമായിട്ട് സാറിന്റെ കൂടെ നടക്കുന്നു. സാർ ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് എന്ത് കഴിവുണ്ടെന്ന്? നീ ഞാൻ ചോദിച്ചിട്ടോ പറയാൻ? നിനക്ക് അങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നീ ഒന്ന് കാണിച്ചാ. ഞാൻ മിമിക്രി ചെയ്യും. എടാ ഇത് നീ ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. ഓക്കെ, ഒരു മിമിക്രി നീ കാണിച്ചു കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സിനിമയിൽ എടുത്തിരിക്കും. അവസാനം പറ്റിക്കില്ല. എടാ നീ ഒന്ന് കാണിക്ക് വേഗം. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമായി അവതരിപ്പിക്കുന്നു ഒരു ട്രെയിൻ. ട്രെയിനെങ്കിൽ ട്രെയിൻ എടുക്ക്. അവതരിപ്പിക്കട്ടെ. മതി. ട്രെയിൻ കൊള്ള. പക്ഷെ ഇതൊക്കെ കൊച്ചു കുട്ടികൾ ചെയ്യുന്നില്ല. എന്തെങ്കിലും വെറൈറ്റി ഇല്ലായിരുന്നു? കൊച്ചു കുട്ടികൾ ചെയ്യുന്നില്ല. ഇതിനൊക്കെ വെറൈറ്റി ഉണ്ടെന്നേ. എന്ത് വെറൈറ്റി വരുന്നതിന് മുമ്പ് നിർത്താൻ പറയല്ലോ. അതായത് ഇതിനും ഒരു വെറൈറ്റി ഉണ്ട്. ഈ ട്രെയിൻ നമുക്ക് വലിയൊരു ഗുഹയ്ക്കകത്ത് വിട്ടാലോ? അത് കൊള്ളാം. അതായത് ഗുഹയുടെ ഉള്ളിൽ കൂടി പോകുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം. അത് കേൾക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ അവതരിപ്പിക്കുന്നു ഒരു ട്രെയിൻ ഗുഹയിൽ കൂടി പോകുന്നു. ഗുഹ 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 ഗുഹ. ട്രെയിൻ ഗുഹയുടെ ഉള്ളിൽ കൂടി ഗുഹ എന്നും പറഞ്ഞാണ് പോകുന്നത്. പിന്നെ തൊള എന്ന് പറഞ്ഞു പോകും. നീ അതൊന്നും എടുക്കണ്ട. നീ ഒരു പണി, ഒരു സിനിമ നടന്മാരുടെ ഏതെങ്കിലും ഒരു ശബ്ദം എടുത്താൽ മതി. എടുക്കാം. അതൊക്കെ ഈസി അല്ലേ? പ്രിയമുള്ളവരെ, ഞാൻ അവതരിപ്പിക്കുന്നു KP ഉമ്മർ. എത്ര നടന്മാരാണ്? നീ എന്താ KP ഉമ്മർ തന്നെ കയറി പിടിച്ചത്? അത് നമ്മുടെ മറ്റേ ആളല്ലേ? ഏതിന്റെ? മറ്റേ ഒന്നും അറിയാൻ മേലാത്ത. ഏതാണ്? നമ്മുടെ സംഘത്തിന്റെ പ്രസിഡന്റ്. ഏത് സംഘം? സംഘം. ഓക്കെ, KP ഉമ്മർ. പ്രിയമുള്ളവരെ, ഞാൻ അവതരിപ്പിക്കുന്നു KP ഉമ്മർ. മോളി ശോഭേ. മതി. ആ ഇതുപോലുള്ള വെറൈറ്റിയാണ് വേണ്ടത്. ഇതിനും വെറൈറ്റി ഉണ്ട്. അതായത് ഈ KP ഉമ്മറിനെ നമുക്ക് വലിയൊരു ഗുഹയ്ക്കകത്ത് വിട്ടാലോ? എന്തെങ്കിലും ഒരു കഴിവെടുത്തിട്ട് സിനിമയെ കേട്ടാൽ സമ്മതിക്കില്ല. നീ ഒരു പണി, ഒരു കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് കണ്ടിട്ട് വന്നാൽ മതി. നീ
സാറിങ്ങനെ അമ്പലും ബില്ലും എടുക്കായിരുന്നു ഞാൻ വേറൊരാളെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. ആര്? എന്റെ ആശാൻ. നിന്നെ തന്നെ ഒരു കണക്കിനെ ഞാൻ സഹിക്കുന്നു. നിന്റെ ആശാനെ ഞാൻ സഹിക്കണം. എന്റെ ആശാനെ സാറിന് അറിയാൻ പാടില്ലാത്ത നല്ല കഴിവുള്ള മനുഷ്യല്ലേ. എടാ അങ്ങനെ നല്ല കഴിവാണ്. അതാണ് ഞാൻ പറയുന്നത്. എന്ത് കഴിവുണ്ട് നിന്റെ ആശാന്? പറയട്ടെ, എന്റെ ആശാനെ കണ്ടു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കിയാൽ മോഹൻലാൽ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കിയാൽ മോഹൻലാൽ, സെന്റർ വ്യൂവിൽ മോഹൻലാൽ. എടാ മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടാണ്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എന്നെ വെച്ചത് ഉറപ്പാണ് നീ പറഞ്ഞത്? ആശാൻ ആപ്റ്റ് ആയിരിക്കും. എന്നാ നീ ആശാനെ വിളി. ഞാൻ പ്രൊഡ്യൂസറെ വിളിക്കട്ടെ? വിളിച്ചോ സാറേ. മോഹൻലാലിന്റെ ഫിഗറുള്ള ഒരാൾ വന്നതെന്ന് പറഞ്ഞു. ഇല്ല, ഇന്റർവ്യൂ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നുള്ളൂ. അല്ല, നമ്മുടെ അസോസിയേറ്റ് പറഞ്ഞാണ്. ഞാൻ കഴിഞ്ഞിട്ടില്ല. എവിടെ ആശാൻ? ഈ ഭ്രാന്തറികൾ കയറ്റി വിട്ടത് ഇന്റർവ്യൂവിന് വന്നതാ. മോഹൻലാലിനെ പോലെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട്. സാറിന് മോഹൻലാലിനെ കാണണം? അയ്യോ, മോഹൻലാലിന്റെ അതേ ശബ്ദം. മോഹൻലാലിനെ കാണണം. പഴയ മോഹൻലാലിനെ കാണണോ അതോ പുതിയ മോഹൻലാലിനെ കാണണോ? ആശാനെ പഴയതാ പുതിയതാ മോഹൻലാലിന്റെ ഒരു രൂപം കിട്ടിയാ മതി. ഓക്കെ, എന്നാ പിടിച്ചോ. ഓക്കെ, തന്നേക്ക്. കുളങ്ങര ഭരണനാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ അവനോട് കളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ കണ്ട് പുഷ്പമിയുടെ തേരോട്ടം തേരോട്ടം സൂപ്പർ സൂപ്പർ മോഹൻലാൽ. ഓക്കെ, ഇവിടുത്തെ പട്ടിമുള്ളാമണ പോലെ നിൽക്കുന്നത്. പട്ടിമുള്ള നടന്ന് നിൽക്കല്ലത്, അത് മോഹൻലാലിന്റെ എംബ്ലമാ. മോഹൻലാലിന്റെ എംബ്ലം. ആശാനെ, മോഹൻലാൽ ഓക്കെ, പക്ഷെ ഒരു മോഹൻലാൽ മാത്രം പോലും നമുക്ക് സിനിമ കയറി പറ്റാൻ. ഞങ്ങളിപ്പോ ഡയറക്ടർ എന്ന് വെച്ചാൽ മിമിക്രി ആർട്ടിസ്റ്റുകൾ ഒരു പരിഗണന കൊടുക്കുന്നു. കാരണം അവർക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. എനിക്കുള്ളതാണല്ലോ. എന്ത് ഫ്ലെക്സിബിലിറ്റി? നശിപ്പിച്ച് അക്ഷരപ്പിച്ചാണല്ലേ. ഓക്കെ, ഇനി എന്തെങ്കിലും വെറൈറ്റി മിമിക്രിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആശാനെ? സിനിമാടന്മാരുടെ ശബ്ദം അംഗീകരിക്കും. വെറൈറ്റി സിനിമാടമാരുടെ ശബ്ദം കടത്തി വിടറ നിന്റെ ആശാൻ. ആശാന്റെ കൊച്ചു കുട്ടികൾ വരെ ഇവിടെ എടുക്കുന്ന സംഭവമാണ് സിനിമാടമാരുടെ ശബ്ദം. സിനിമയിൽ പാട്ട് പാടുന്ന ആളുകളുടെ ശബ്ദത്തിൽ പാട്ട് പാടാം. പക്ഷെ അത് ഒരുപാട് പേര് ചെയ്ത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും വെറൈറ്റി ആശാന് പറ്റുമോ? അല്ലെങ്കിൽ പോയിക്കോളൂ. ഇനി വിനീത് ശ്രീനിവാസന്റെ ശബ്ദത്തിൽ നിന്നും ഉമ്മൻചാണ്ടിയുടെ ശബ്ദത്തിലേക്ക് ഒരു മോർഫിംഗ്. വിനീത് ശ്രീനിവാസൻ ഉമ്മൻചാണ്ടി. കേക്കട്ടെ. ഹൃദയവും ഉണരുമീ നിമിഷമായി പതിവായാരോ മൂടുന്നില്ലേ ചെവിയിലായി മതിയെന്നാരോ ചൊല്ലുന്നില്ലേ മനസ്സിലായി തളിരുകൾ തരളമായി പ്രണയമോ കളഭമായി ഒളിക്കുന്നുവെന്നാൽ പോലും ഉമ്മൻചാണ്ടി വന്നോളൂ. വീണ്ടും കടക്കണ്ണിലാരോ സൂര്യനാരണത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അതിവേഗം ബഹുജനമെന്ന പരിപാടിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആരെങ്കിലും ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കിയാൽ നടക്കില്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. വിനീത് ശ്രീനിവാസൻ ഓക്കെ, ഉമ്മൻചാണ്ടി ഓക്കെ. എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ ഐഡിയ? അതായത് നമുക്ക് ഈ ഷോട്ട് എടുക്കുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഷോട്ട് എടുക്കാം. അതായത് ഈ ഉമ്മൻചാണ്ടി ഇങ്ങനെ വരുമ്പോൾ ഉമ്മൻചാണ്ടിയെ നമുക്ക് വലിയൊരു ഗുഹയ്ക്കകത്ത് വിട്ടാലോ? ആശാൻ ഇനി എന്താ പാടാൻ പോകുന്നത്? ഇനി അനിൽ പനച്ചൂരാൻ, മറ്റേ അറബിക്കഥയിലെ മ്യൂസിക് ഒക്കെ അനിൽ പനച്ചൂരാന്റെ ശബ്ദത്തിൽ നിന്നും മുരളീധരൻ, അവിടെ നിന്നും കരുണാകരൻ. മൂന്ന് പേര്. അനിൽ പനച്ചൂരാൻ, മുരളീധരൻ, ലീഡർ സാർ. ഓക്കെ, കേക്കട്ടെ. 3 പേരെ കേക്കട്ടെ. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനായി 100 പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. അതെ, ഞാനും എൻ്റെ അച്ഛനും കൂടി ചോര നീരാക്കി ഉണ്ടാക്കിയ പാർട്ടിയാണ് DIC. DIC എന്ന് പറഞ്ഞാൽ അറിയാലോ, കോൺഗ്രസ്സുകാരുടെ നിരന്തരമായിട്ടുള്ള ശല്യങ്ങൾ ഉണ്ടാക്കിയ പാർട്ടിയാണ്. ഡിസ്റ്റർബ് ഇൻ കോൺഗ്രസ്, DIC. എന്നിട്ടിപ്പോ അച്ഛൻ തിരിച്ച് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. നാണവും മാനവുമുള്ള ആളുകൾക്ക് പറഞ്ഞ പണിയാണോ അച്ഛൻ ഈ കാണിക്കുന്നത്? അച്ഛന്റെ ഈ നടപടിക്കെതിരായിട്ട് വളരെ ശക്തമായിട്ട് തീ പാറുന്ന കണ്ണുകളോടുകൂടി അച്ഛന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു മോൻ? അച്ഛൻ പോയാൽ ഞാനും വരും. പക്ഷെ അച്ഛൻ പറഞ്ഞെന്താണെന്നറിയോ?
നാളെ എന്നതില്ല നമ്മൾ ഇന്നു തന്നെ നേടണം. കാൽവഴിയിലൂടെ അമരവാദികൾ നടത്തണം. കസേര എന്നൊരാശയം മരിക്കുകയില്ല ഭൂമിയിൽ. നമുക്ക് സ്വപ്നമൊന്നു തന്നെ അന്നും ഇന്നും എന്നുമേ. കസേര എന്നൊരാശയം മരിക്കുകയില്ല ഭൂമിയിൽ. നമുക്ക് സ്വപ്നമൊന്നു തന്നെ അന്നും ഇന്നും എന്നുമേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു. ഇവിടം വരെയുള്ള സംഭവങ്ങൾ ഓക്കെയാണ് ശരി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ കഥാനായകൻ എന്ന് പറഞ്ഞ സകലകലാവല്ലവനാണ്. ഞാനാണല്ലോ. എന്ത് സബലകലാപ അക്ഷരപ്പിശാച്ച് മാത്രമേ ഉള്ളൂ. വേറെന്തെങ്കിലും കലാരൂപം അറിയാൻ പറ്റുമോ? ചെണ്ടമേളം. ചെണ്ടമേളത്തിലെ പുതിയ വേർഷൻ ശിങ്കാരിമേളം. സാറാ ഈ ചെണ്ടമേളത്തിന്റെ പുതിയ താളങ്ങൾ കണ്ടുപിടിച്ചാരാ? ആശാനല്ലേ? ഈ ശിങ്കാരി മേളത്തിന്റെ സ്റ്റെപ്പൊക്കെ ആശാനാണ് കണ്ടുപിടിച്ചത്. ആശാൻ അത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നൊന്ന് പറഞ്ഞുതരാം. അതായത് ഒരു പണിയില്ലാണ്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും ഒന്ന് പണയം വെക്കാൻ കൊണ്ടുചെന്നു. തട്ടാൻ ഇങ്ങനെ ഒരച്ചു നോക്കിയിട്ട് എന്റെ മുഖത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും തേന്നു. ആശാന്റെ ദാരിദ്ര്യം വിളമ്പാനല്ലേ ഞാൻ പറഞ്ഞത്. ശിങ്കാരി മേളം ഇങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. എന്റെ പൊന്ന് സാറേ, അതൊന്ന് താളത്തിലാക്കി നോക്കിയേ. ഏത്? നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും തേ, 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 നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും തേ. ഒരു ശിങ്കാരി മേളം കണ്ടുപിടിക്കണമെങ്കിൽ നിന്റെ അമ്മയുടെ ജിമിക്കി കമ്മലും എന്ന് പറഞ്ഞാൽ മതിയല്ലേ? നിന്റെ അമ്മയുടെയിലും പഠിക്കാം. നിന്റെ അമ്മയമ്മയുടെ ആണെങ്കിലും കുറയ്ക്കും കേട്ടാ. ഓക്കെ, വേറെ എന്താണ് കണ്ടുപിടിച്ചേക്കുന്നത്? സിനിമാറ്റിക് ഡാൻസ്. സിനിമാറ്റിക് ഡാൻസ്. സിനിമാറ്റിക് ഡാൻസിന്റെ പുതിയ സ്റ്റെപ്പുകൾ ആശാൻ കണ്ടുപിടിച്ചോണ്ടിരിക്കല്ലേ? എങ്ങനെയാണത്? സിനിമാറ്റിക് ഡാൻസിന്റെ സ്റ്റെപ്പ് ഞാൻ കണ്ടുപിടിച്ചത്. എങ്ങനെയാണ്? ഞാൻ ഒരു സ്റ്റെപ്പ് കാണിച്ചു തരാം. ദേ പിടിച്ചോ. ഓക്കെ. മതി. ഈ സ്റ്റെപ്പ് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ മതി. ഞാൻ നന്നായിട്ട് സിഗരറ്റ് വലിക്കുമായിരുന്നു. സിഗരറ്റ് ഒക്കെ ഞാനും വലിക്കുന്നതല്ലേ? സിഗരറ്റ് അച്ഛനെ കാണാണ്ടാ വലിച്ചോണ്ടിരുന്നത്. അതെങ്ങനെയത്? ഈ സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ വരുമ്പോ ഞാൻ താഴെയിട്ട് അങ്ങ് ചവിട്ടി കെടുത്തു. ഒന്ന് പഠിപ്പിച്ചു തരുമോ അതെങ്ങനെയാണ്? ഒരു കാര്യം ചെയ്യും, സാറ് ഒരു സിഗരറ്റ് വലിച്ചോ. സിഗരറ്റ് വലിച്ചോ? അച്ഛൻ വരുന്നു എന്ന് പറയുമ്പോ താഴെയിട്ട് ചവിട്ടണം. അച്ഛൻ വരുന്നു പറയുമ്പോ താഴെയിട്ട് ചവിട്ടി കിടത്തണം. ഓക്കെ, വലിച്ചോ. നീ അച്ഛൻ വരുന്നു. ഇനി എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ നടത്തിയുണ്ടോ? ഭരതനാട്യം. ഭാരതനാട്യത്തിന്റെ പുതിയ മുദ്രകൾ ആശാൻ കണ്ടുപിടിച്ചോണ്ടിരിക്കല്ലേ? ആശാൻ ഇതെങ്ങനെ ഭരതനാട്യം കണ്ടുപിടിച്ചത്? ഭരതനാട്യം കണ്ടുപിടിച്ചത് ഒരു സ്റ്റെപ്പ് കാണിച്ചു തരാം. പിടിച്ചോ. ഈ സ്റ്റെപ്പ് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ? ഈ സ്റ്റെപ്പ് കണ്ടുപിടിച്ചത് കുറെ നാൾ ചായക്കടയിൽ നിന്നായിരുന്നേ. ചായ അടിക്കണല്ലേ? എങ്ങനെ? ചായ അടിച്ചുണ്ടാക്കിയ സ്റ്റെപ്പാണിത്. എന്റെ ആശാനെ, ഞാൻ ഇങ്ങനൊരു കാര്യം അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. എനിക്ക് കുറച്ച് നമ്പറുകൾ, മിമിക്രി നമ്പറുകൾ ഒന്ന് പഠിപ്പിച്ചു. എന്താ പഠിക്കണം പറഞ്ഞു? എനിക്ക് സുരേഷ് ഗോപിനൊക്കെ ഒന്ന് പറയാനും എടുക്കാനൊക്കെ ഒന്ന് പഠിപ്പിച്ചു. സുരേഷ് ഗോപി എന്നെ പിന്നെ സാറെ കൊച്ചിയിൽ ജീവിച്ചുകൊണ്ട് മാത്രം പഠിച്ച സ്റ്റാർ ആണ് സുരേഷ് ഗോപി. അതെങ്ങനെയത്? കൊച്ചി കംപ്ലീറ്റ് മാലിന്യമല്ലേ? ഈ മാലിന്യം റോഡിൽ കിടക്കുമ്പോ ഇത് ചവിട്ടാതെ നമ്മൾ എങ്ങനെ നടക്കും? എങ്ങനെ കറക്റ്റ് സുരേഷ് ഗോപി ആയി പോവും. എങ്ങനെ ഒന്ന് കാണിച്ചു തരും? നോക്കിയോ, മാലിന്യം ചവിട്ടാൻ നടക്കുമ്പോ മാലിന്യം അവിടെ കിടക്കണം. ഓക്കെ, നടപ്പ് ഓക്കെ, പക്ഷെ മുഖം വരണ്ടേ? മുഖം ഓട്ടോമാറ്റിക്കലി വരും. എങ്ങനെ? വൃത്തികെട്ട സ്മെല്ല് സഹിക്കാൻ പറ്റണ്ട. ആശാനെ, ഈ വന്നേ. ഞാൻ ജനിച്ചതും വളർന്ന അമേരിക്കയിലാണ്. അവിടെ മാലിന്യമില്ല. അവിടെ മാലിന്യമില്ല. അപ്പൊ ഞാൻ എങ്ങനെ പഠിക്കും? ഇത്തിരി ബലം പിടിക്കേണ്ടി വരും. ബലം പിടിച്ചാൽ മതിയാ? ഡിനോസറാ പണ്ടാരോ. ശരിയായില്ലേ? പോയിട്ട് വീട്ടിൽ പെങ്ങന്മാരുണ്ടോ? അയ്യോ, പെങ്ങളെന്ന് വെച്ചാൽ ഒരു പെങ്ങള്. ഞങ്ങൾ 5 ആങ്ങളമാര് പൊന്നാരിപ്പിച്ച് വളർന്നത്. സുഖമായിട്ട് പഠിക്കാൻ. ഈ ഒരു പെങ്ങളെ കൊണ്ട് ഞാൻ ഒളിച്ചു പോയാലോ? അത് തന്നെ സുരേഷ് ഗോപി അല്ല, അത് വേണ്ട. പെങ്ങളെ ആരെങ്കിലും കൊണ്ടുപോകും. അത് വേണ്ട. ഇനിയിപ്പോ ഈ പഴയ നടന്മാരെങ്കിലും ഒന്ന് പഠിപ്പിച്ചു. സത്യമാഷ് അതെങ്ങനെ പഠിക്കുന്ന? ഞാൻ ഒരു പണിയില്ലാണ്ട് വീട്ടിലിരുന്നപ്പോ പഠിച്ചു പോയതാണ്. എന്ത് പണി? ചൂണ്ടിയിടാൻ പോയി. ചൂണ്ടിടാൻ ഞാനും പോയിട്ടുള്ളത്. അത് പഠിച്ചില്ലേ? ഇല്ല. അതായത് നമ്മൾ ചൂണ്ടെടുത്ത് പുഴയിലോ തോട്ടിലോ കുളത്തിലേക്ക് ഇടുക. ചൂണ്ടെടുത്ത് കുളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഈ ഇര കൊളത്തണം. എന്തിനു? ഞാഞ്ഞൂൽ. അയ്യേ, അപ്പൊ തന്നെ വന്നു കഴിഞ്ഞു. കുറച്ചു നേരം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോ നമ്മുടെ ഈ കൈ തളരും. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ എളിയിലേക്ക് വെക്കുന്ന ഏകദേശം ഒരു ആക്ഷൻ വന്നില്ലേ? ഇനി ചൂണ്ടയുടെ അടുത്ത് മീൻ പിടിക്കുമ്പോ കറക്റ്റ് ആക്ഷൻ വരും. എങ്ങനെയത്? കണ്ടാ? പിന്നെ ഡയലോഗ് പെട്ടെന്ന് വരും. എങ്ങനെ? അതായത് ഈ ചൂണ്ടയെടുത്ത പോലെ തിമിംഗലോ സ്രാവൊക്കെ പിടിക്കുമ്പോ അമ്മേ അമ്മേ, അയ്യോ അയ്യോ, അമ്മേ അമ്മേ.
ചൂണ്ടിയിട്ട് പഠിച്ചാൽ സത്യമാട്ടോ. Simple. ഇനിയിപ്പോ നമ്മുടെ ഷൂട്ട് മിക്കവാറും തമിഴ്നാട്ടിൽ വെച്ചാൽ അപ്പൊ തമിഴ് നടന്മാരാരെങ്കിലും രജനീകാന്ത് രജനികാന്ത് പഠിക്കാൻ പറ്റുമോ? അതെങ്ങനെയത്? വീട്ടിൽ പശു ഉണ്ടോ? പശുവുണ്ട്. ചാണകമുണ്ട്. സിമ്പിൾ ആയിട്ട് പഠിക്കാം. എങ്ങനെ? അതായത് ഞാൻ അവിടെ നിന്ന് നടന്നു വരുമ്പോ ദേ ചാണകം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ആശാൻ അവിടെ നിന്ന് വരുമ്പോ ദേ ചാണകം എന്ന് ഞാൻ പറഞ്ഞാൽ മതി. ഇവിടെ ചാണകം കിടക്കുന്നു, ആശാൻ നടന്നു വരുന്നു, വന്നോളൂ. ദേ ചാണകം ചാണകം ചാണകം. കറക്റ്റ് ആക്ഷൻ. ചാണകം എന്ന് പറഞ്ഞാൽ കറക്റ്റ് രജനീകാന്താവും. പിന്നെ ചാണകം ചവിട്ടതിന് മുമ്പ് പറയണം. ചവിട്ടി കഴിഞ്ഞാൽ പ്രേം നസീർ ആയി പോകും. ചവിട്ടി കഴിഞ്ഞാൽ എങ്ങനെ പ്രേം നസീർ ആയി പോകും. ഒരു കാര്യം ചെയ്യും, ഞാൻ അവിടെ നടന്നു വരുമ്പോ ദേ ചാണകം ചവിട്ടി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. ചാണകം ചവിട്ടി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ വന്നു. ദേ ചാണകം ചവിട്ടി. ദേ ചവിട്ടി. അയ്യോ ഒന്നല്ലെങ്കിൽ നീ ചാണകം അല്ലെങ്കിൽ ഞാൻ ചാണകം. ഈ പ്രേം നസീറിന്റെ മുഖം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചാണകം ചവിട്ടിയ മുഖമാണ്. ഈ ചാണകം കാലിൽ നിന്ന് കളയാൻ വേണ്ടി ഒരു ആക്ഷൻ, അതാണ് കറക്റ്റ് പ്രേം നസീർ. അതെങ്ങനെയത്? ചാണകം പുല്ല് തേച്ച് കളയുന്നത്. കണ്ടാ എന്റെ ആശാനെ, ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളും ഓക്കെ. ഇനിയാണ് നമ്മ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് കിടക്കുന്നത്. എന്താണ് ഈ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ നായകൻ എന്ന് പറഞ്ഞാൽ പടം വരക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്, കലാകാരൻ. പടം എന്റെ പൊന്നു സാറേ, ഞാൻ അടിപൊളിയായിട്ട് പടം വരക്കും. പടവും വരക്കും, സൂപ്പറായിട്ട് വരയ്ക്കും. എന്ന് എന്തൊക്കെയാണ് വേണ്ടത്? ഞാനൊരു പടം വരച്ച സാറ് സല്യൂട്ട് അടിക്കും. സല്യൂട്ട് അടിക്കും എന്നത് കണ്ടല്ലോ. ഒരു വെള്ള പേപ്പർ, വെള്ള പേപ്പർ, ഇത്തിരി കറുത്ത പെയിന്റ്, ഇത്തിരി വെള്ളം. എടോ, വെള്ള പേപ്പർ, കറുത്ത പെയിന്റ്, കുറച്ച് വെള്ളം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പ്രൊഡ്യൂസർ ഇപ്പൊ വിളിക്കും. ഈ പടം ഓക്കെ കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമയിൽ നിന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ഓക്കെ, പെട്ടെന്ന്. ശരി ഓക്കെ, പറഞ്ഞു തുടങ്ങിക്കോ. ഓക്കെ, ഞാൻ പ്രൊഡ്യൂസർ ഒന്ന് വിളിച്ചോട്ടെ. എടോ എടോ, എന്താ ആശാൻ വരക്കുമല്ലേ? വരയ്ക്കും. വരയ്ക്കാനുള്ള നമ്മൾ സാധനമൊക്കെ എടുത്തത്. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ. സാറേ, ഞാനാണ്. ഒരു പുതുമുഖ നായനെ കിട്ടി. എന്റെ ആശാൻ അവർ എല്ലാ സംഭവങ്ങളും ഓക്കെ. മോഹൻലാലൊക്കെ വെറുതെ എല്ലാ സംഭവം ചെയ്ത്. പിന്നെ ഇപ്പൊ നമ്മുടെ കഥാനായകൻ പടം വരക്കുന്ന ആളെന്നല്ലേ പറഞ്ഞത്? ഞാൻ പടം വരപ്പിച്ചോണ്ടിരിക്കുക. ഓക്കെ, പടം എന്താണെന്ന് ചോദിച്ചാല് ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യ് സാറേ, ഞാൻ ചോദിച്ചിട്ട് പറയാം. എടോ, പ്രൊഡ്യൂസറാണ് വിളിച്ചത്. എന്ത് പടമാണ്, എന്താണ് വരച്ചോണ്ടിരിക്കണെന്ന് ചോദിച്ചു. എന്താണ് ഇപ്പൊ വരച്ചോണ്ടിരിക്കുന്നത്? ഇത് പട്ടി റൊട്ടി നിന്ന്. സാറേ, പട്ടി റൊട്ടി തിന്നുന്നാണ് ഇപ്പൊ വരക്കുന്നതാണെന്ന് പറയുന്നത്. അല്ല, അത് ഞാൻ ചോദിച്ചില്ല, ചോദിച്ചിട്ട് പറയാം. ഓക്കെ, പട്ടി റൊട്ടി തിന്നല്ലേ പറഞ്ഞത്? അതെ. എന്നിട്ട് റൊട്ടി എവിടെ? റൊട്ടി പട്ടി. അപ്പൊ പട്ടി എവിടെയാണോ? റൊട്ടി നമ്മുടെ പട്ടി അവിടെ നിൽക്കും. പട്ടി പോയില്ലേ? എന്ത് ഈശ്വരൻ, ഇയൊക്കെ ഭ്രാന്താണ് സാറേ. റൊട്ടിയും പട്ടിയും പോയി ഇപ്പൊ വേറെ വരച്ചോണ്ടിരിക്കുക. എന്താ ദൈവം, ഞാൻ പിന്നെ വിളിക്കാം. ആ മൊബൈൽ ഒന്ന് തിന്നാവാ ചുമ്മാ. പറയുന്നു പ്രൊഡ്യൂസർ തലക്ക് ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടിരിക്കുന്നത്. പടം വരച്ചു കഴിഞ്ഞാൽ പടം വരച്ചു കഴിഞ്ഞാൽ സാറാണ് പ്രൊഡ്യൂസറിന്റെ തലക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? സാർ ഒന്ന് കണ്ണടച്ചിന്നേ. സാറിനെ ഒന്ന് കണ്ണടയ്ക്കാവോ? ഞാൻ കണ്ണടച്ചിരുന്നാ മതി. അപ്പൊ കണ്ണ് തുറക്കുമ്പോ പടം അടച്ചു തുറന്നു കഴിയുമ്പോ പടം റെഡി ആയിരിക്കും. ഓക്കെ, ചാടിക്കേറി തുറക്കല്ലേ. ഒരു സെക്കൻഡ് ഞാൻ കണ്ണടച്ചേക്കാം. 10 സെക്കൻഡ്. ഓക്കെ, അടച്ചാ? അടച്ചേ. ഇങ്ങോട്ട് നോക്കിയേ. കറക്റ്റാ. ഇങ്ങോട്ട് നോക്കിയേ. കാണാൻ പറ്റില്ല. ഞാൻ റെഡി 1 2 3 പറഞ്ഞു കഴിയുമ്പോൾ സാർ തുറന്നാ. 1 2 3 വരെ കാത്തിരിക്കാൻ സമയമില്ല. പ്രൊഡ്യൂസർ ഇപ്പൊ വിളിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്നത് വരച്ചു കഴിഞ്ഞോ. എന്റെ പൊന്നെ, വലിയ തൊല്ലയല്ലേ ഇത്. ഒരു പടം വരയ്ക്കാൻ തുടങ്ങുമ്പോ മനുഷ്യനെ കൊല്ലുവാണ്. കണ്ണു തുറന്നോട്ടെ. റെഡി 1 2 3 പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നോളാം. വേഗം പറയടോ. പറയട്ടെ? റെഡി 1 2 3 പറഞ്ഞോട്ടെ. 3 വെള്ള പേപ്പർ വന്നിട്ട് കുത്തി മറിച്ചിട്ടേക്കണം. പൊക്കി പിടിക്കണ. പൊക്കി പിടിക്കാനാ? പൊക്കി പിടിച്ചിട്ട് എന്തുട്ടാണോ? പൊക്കി പിടിച്ചിട്ട് കാര്യമില്ല, തിരിച്ചു പിടിക്കണ. തിരിച്ചു പിടിക്കാനാ? അടിക്ക്. എന്നടിക്കാനല്ല പറഞ്ഞത്, സല്യൂട്ട് അടിക്കാൻ. എടാ സുമേഷ്, നീ എന്താണ് ഈ പാർക്കില്? വൈകുന്നേരം ഈ പാർക്കിൽ ഒരു പരിപാടി ഉണ്ട്. ഈ പാർക്കിൽ പരിപാടി ഉണ്ടോ? ഏതായാലും നേരത്തെ വന്നത് നന്നായി. പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ ഈ പാർക്കിലേക്ക് വരാൻ പറ്റില്ലല്ലോ. നീ പിന്നെ ഒരു വിശേഷം അറിഞ്ഞാ? ഞാൻ അടുത്ത മാസം അമേരിക്കക്ക് പോണു. നീ അമേരിക്ക പോണാ? പരിപാടി എന്താണ്? പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാമിന് പോണ്. ചിക്കാഗോയിൽ 2 പരിപാടി, വാഷിംഗ്ടൺ DC-യിൽ 5 പരിപാടി, മൊത്തം 7 പരിപാടി. 7 പരിപാടി. ഇതൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് എന്താ തിരിച്ചു വന്നത്? ഞാൻ നാട്ടിലേക്ക് വന്നില്ലല്ലോ.
ഞാൻ പ്രോഗ്രാം കഴിഞ്ഞാൽ അവിടെ മുങ്ങാൻ പോകടാ. എടാ അവിടെ മുങ്ങിട്ട് നീ എന്ത് ചെയ്യാൻ പോണ്? ഞാനവിടെ പണിയെടുത്ത് ജീവിക്കും. എടാ എന്നാ പിന്നെ നമ്മുടെ നാട്ടിൽ പണിയെടുത്ത് ജീവിച്ചാ പോരെ നിനക്ക്? എടാ പണിയെടുത്ത് ജീവിക്കുന്നല്ല, പിന്നെ പണി കൊടുത്ത് ജീവിക്കും. എങ്ങനെ? എടാ എന്തോരം സായിപ്പന്മാരും മതാമ്മമാരും ആയിട്ടവിടെ നല്ലവരായിട്ട് ജീവിക്കണത്. അവരെയൊക്കെ തട്ടിച്ചും വെട്ടിച്ചും ഞാൻ അങ്ങോട്ട് കഴിയും. ഇതാണ് നിന്റെ കുഴപ്പം. എടാ അതിനെന്തിനാ അവിടെ പോണത്? അമേരിക്ക പോണത് എന്തിനാണ്? എടാ നമ്മുടെ നാട്ടിൽ ടൂറിസ്റ്റുകളായിട്ട് എന്തോരം സായിപ്പും മതാമ്മമാരോട് ഇവിടെ വന്നത്. അവരെ പറ്റിച്ച് നിനക്ക് ജീവിച്ചൂടെ? അതൊരു ഐഡിയ ആണല്ല. ഇപ്പൊ അന്യദേശത്തെക്കാളും വിദേശികൾ ഇപ്പൊ നമ്മുടെ നാട്ടിലാണ്. അപ്പൊ അവരെ തട്ടിച്ചും വെട്ടിച്ചും നമുക്ക് അങ്ങോട്ട് കഴിയാം. ഡൺ. ഇത് സായിപ്പ സായിപ്പാണെന്ന് കണ്ടാ മനസ്സിലായി. എന്താണ് ഈ സാധനത്തിന് കൊണ്ട് ഞങ്ങളെ കേരളം ഒട്ടാകെ ഒന്ന് കറങ്ങാൻ പോവാ. ഒന്ന് പരിചയപ്പെടുത്താം. സാഹിബ് കമോൺ. ദിസ് ഈസ് പാർവതി. പാർവതി പ്രസിഡന്റ് കോളനി ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. കേരളത്തിൽ ഇങ്ങനെയാണ്, ഇവിടെ മതി. ദിസ് ഈസ് മുകുന്ദൻ, ഹസ്ബൻഡ്. മന്ദനല്ല, ഹസ്ബൻഡ് ഓഫ് പാർവതി. There is a baby small in small. That is not. അല്ല, baby small daughter. Yeah. In his residence. Oh yeah. ഞങ്ങളെ സാഹിബിനെ കൊണ്ടുവന്ന് കേരളം ഒട്ടാകെ ഞങ്ങൾ ഒരു പുതിയ പരിപാടി തുടങ്ങി. ഈ ഗൈഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? എന്തോന്ന് അറിയാനാ പെങ്ങളെ? ഞങ്ങള് കേരളത്തിലെ കുറെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. സായിപ്പിനുണ്ടോ കേരളം അറിയാവോ? ഞങ്ങൾക്ക് കുറെ ചിക്കനും കിട്ടും. കണ്ടാ അറിയാൻ മേലെ സായിപ്പ് തന്നെ. അല്ല, ചക്കര ഈച്ചയും പോലെ ചേർന്നിരിക്കണം, അതുകൊണ്ട് ചോദിച്ചത്. സാഹിബിനെ കൊണ്ട് ഞങ്ങൾ കേരളമൊക്കെ ഒന്ന് സുഖമായിട്ട് കാണിച്ചു കൊടുത്തിട്ട് വരാം. പിന്നെ ഒരു മാസത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല. വേണ്ട കാര്യങ്ങൾ നോക്കണം. സാഹിബ് ഗോ ആൻഡ് റൺ. അയ്യോ മുന്നേട്ടാ, എന്തായാലും ഈ ഒരു മാസത്തേക്ക് കോളേജിൽ കള്ളന്മാരെ ശല്യം കാണും. അതെ, ഇനി ആ സാഹിബ് മേടിച്ചാൽ കള്ളന്മാരെ. വിളിച്ചോടത്തില്ലേ അവര് സൺബാത്ത്. സൺബാത്തല്ല, വീട്ടിൽ പോകാൻ കാശിലേക്ക് കിടക്കുക. 2 ഗൈഡുകൾ വന്നില്ലേ, അവർ എന്നെ പഠിച്ചു. അവർ എന്നെ തിരുവാതിര കളി കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഒരുമാതിര കളി കാണിച്ചു. എന്നെ യോഗ കാണിക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് എന്നെ പാർട്ടിയുടെ യോഗം കാണിച്ചു. വള്ളംകളി കാണിക്കാൻ, ബോട്ട് റേസിംഗ് കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഒരു ബാറിൽ ചെന്ന് വെള്ളംകളി കാണിച്ചു തന്നു. അവസാനം എന്നെ വെള്ളി വന്നിട്ട് എന്നെ കുമ്മിയടി കാണിക്കാന്ന് പറഞ്ഞു. നിർത്തിയിട്ട് കുനിച്ച് നിർത്തി കൂമ്പിനടിച്ച് എന്നെ എന്റെ പൈസ മേടിച്ചോണ്ട് പോയി. എനിക്ക് പോകാൻ പൈസ ഇല്ല. യു നോ പ്ലീസ് ഗിവ് മീ മണി പ്ലീസ്. അവനവൻ കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പോൾ ഗുലുമാൽ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് നാം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളിൽ വന്നിട്ടുമുണ്ട്. ഇതൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് അതിബുദ്ധി കൊണ്ടാണ്. അതിബുദ്ധി പലപ്പോഴും ആപത്താണ്. ഇതാ അത്തരത്തിലുള്ളൊരു സംഭവത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഞാൻ അരുമയായിട്ട് നോക്കണം. അതിനെ അരുമയായിട്ടായിരിക്കില്ല പെങ്ങള് നോക്കണത്, എരുമയായിട്ടായിരിക്കും. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് വാടി നിൽക്കണില്ലേ? എന്താന്ന് അറിഞ്ഞൂടാ, പുഴു തിന്നണ്. പുഴു തിന്നണമെന്നല്ല എനിക്ക് തോന്നുന്നത്. ചേച്ചിനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ചേച്ചിയായിരിക്കും ഇതൊക്കെ തിന്നണമെന്ന്. ഫോൺ ഹലോ, ആരാ? അതെ, ശരി. ബന്ധുക്കൾക്ക് അപകടം പറ്റിയ ട്രെയിൻ തട്ടിയ പിന്നെ അവരൊക്കെ കൂടി ഇങ്ങോട്ട് വരാൻ പോണെന്ന്. അപ്പൊ അതിനൊരു വലിയ അപകടമാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈശ്വര, കഴിഞ്ഞോടെ വന്നിട്ട് എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു അറിയോ? വീടൊക്കെ നശിപ്പിക്കുള്ളൂ അവര്. വീണ്ടും വിളിക്കണം അവരെന്നെ. ഹലോ, ഭാഷ തന്നെ അവര് ഒഴിവാക്കാൻ വേണ്ടി റേഞ്ച് ഇല്ലാത്ത പോലെ കാണിച്ചാണ്. റേഞ്ച് ഇല്ലാത്ത പോലെ കാണിച്ചാണ്. അതേ ടവർ ഇവിടെ തന്നെ അല്ലേ നിൽക്കുന്നത്. അതൊക്കെ പോട്ടെ, അവരിങ്ങോട്ട് വരാതിരിക്കാൻ അത്രേ ഉള്ളൂ. മൂന്നെണ്ണ ഉള്ളുണ്ടോ ഈ ബന്ധുക്കളെ വിളിച്ചിട്ട് പറ. ചിക്കൻ ബോക്സ് ആണ്. അയ്യോ, അത്ര വലിയ അസുഖം മൂന്നെണ്ണം വരേണ്ട പാവമില്ലേ? അതിനേലും വലിയ അപകടമല്ലേ ഇങ്ങോട്ട് വരാനിരിക്കുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ചെറിയ അപകടം പറയുന്നത്. ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞ ഒരുത്തരും എടുക്കില്ല. ഹലോ, അതെ, നേരത്തെ റേഞ്ച് പോയായിരുന്നു. അതാ അതെ. അയ്യോ, ഇവിടെ മൂന്നെണ്ണം സുഖമില്ല. ചിക്കൻ ബോക്സ് ആണ്. തുടങ്ങിയതാണ്. മേലപ്പടി ഇങ്ങനെ ഭീകരായി. പുറത്തും കഴുത്തിലും കണ്ണിലും മേത്തൊക്കെ ഉണ്ട്. കുളിച്ചിട്ടില്ല. പകരൂന്നേ. അതാ. ശരി ശരി ശരി.
ചിക്കൻ ബോക്സ് വസൂരി വസൂരി ഭീകര രോഗമാണ്. പോയിക്കോ പോയിക്കോ, ഞങ്ങൾക്കാണെങ്കിൽ പിന്നെ നല്ല ധൈര്യമുണ്ട്. അല്ല അമ്മാവന് ചിക്കൻ ബോക്സ് പേടിയില്ലേ? എനിക്ക് പേടിയൊക്കെയാണ്, ഞങ്ങൾ അകത്തോട്ട് മണ്ണില്ല. നമ്മുടെ മോനിലടി മോളെ ഉണ്ണിക്കുട്ടൻ. അയ്യോ ഭയങ്കര കുറുമ്പനാണ്. കുറുമ്പനെ ഇന്നലെ നേരം വെളുത്തപ്പോ ഭയങ്കര വിറവലും നടുവിന് ക്ഷീണമൊക്കെ. അപ്പൊ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയേ. അപ്പൊ ഡോക്ടർ പറയാ ചിക്കൻ ബോക്സ് തുടങ്ങിയെന്ന്. അപ്പൊ എന്തായാലും ഇവിടെ മൂന്നനും ചിക്കൻ ബോക്സ് തന്നെയാണല്ലോ. ഉണ്ണിക്കുട്ടനും കൂടി ആവുമ്പോ അവന് സമയം പോണ അറിയില്ല. അവനാണെങ്കിൽ ഇവിടെ അടിച്ചു പൊളിച്ച് നടന്നോളും. അല്ല ഉണ്ണിക്കുട്ടൻ എവിടെയുണ്ട് മോനെ? ഉണ്ണിക്കുട്ട അതെ അമ്മായി വിളിക്കണം, വേഗം വാ. അമ്മായി മൂന്ന് മാവൻ എന്തേ? പോയി മോനെ ഉണ്ണിക്കുട്ട വീടൊക്കെ നോക്കിക്കോളണം. അച്ഛൻ പോയിട്ട് ഒരു മാസം കഴിഞ്ഞ് വരാവേ. എടാ നീ എന്താ ഇങ്ങനെ ചിരിക്കണത്? ചില ഗൾഫുകാരുടെ കാര്യം തിരിച്ചു പോയതാടാ. എന്ത് കാര്യം? ചില ഗൾഫുകാരുണ്ട് സ്വന്തം നാട്ടിലുണ്ടായിരുന്ന സ്വത്തുക്കൾ വീടും നാടും ഒക്കെ വിറ്റും പണയപ്പെടുത്തിയും പെണ്ണുമ്പിള്ളയുടെ സ്വർണം കൊടുത്തും കുറേ പൈസ ഉണ്ടാക്കി ഏജന്റുമാർക്ക് കൊടുത്ത് ഒരു വിസയെ സംഘടിപ്പിച്ച് ഒരു ടിക്കറ്റ് ഒപ്പിച്ച് ഗൾഫിലോട്ട് പോകും. ഇനി ഗൾഫിൽ ചെന്നാലോ? ഗൾഫിൽ ചെന്നിട്ട് എന്താണ്, ഈ ചൂടത്ത് ആ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവർ ഒരുപാട് കാശുണ്ടാക്കും. അതെ, ചോര നീരാക്കി കാശുണ്ടാക്കും. അതെ, ഈ കാശ് കൊണ്ട് നാട്ടിൽ വന്നാലോ എന്തെങ്കിലും ഒരു സിനിമയും പിടിച്ച് അല്ലെങ്കിൽ ഒരു ആൽബവും പിടിച്ച് അതങ്ങ് ദൂർത്തടിച്ച് കളയും. എന്നാൽ ചില ഗൾഫുകാരുണ്ട് ഉണ്ടാക്കണ പൈസ അവർക്ക് പോലും ഉപകാരപ്പെടാതെ പോകും. അതെങ്ങനെയാന്ന് ഈ അടുത്ത കാലത്ത് ഒരു ഗൾഫുകാരൻ ഒരു അബദ്ധം പറ്റി. ഞാൻ പറയുന്നില്ല, നീ അതൊന്ന് കാണും. ഇതെന്താ രാവിലെ തന്നെ റമ്മോ? എന്റെ ബീരാനൊക്കെ ഞാൻ നിങ്ങളോട് ചായ ചോദിച്ചല്ല, റമ്മല്ല. പഹേനെ ഇത് റമ്മല്ല, കട്ടൻ ചായ. പാല് കിട്ടിയില്ല, നാരായണിയുടെ കറവ പറ്റി. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ, ആ മിൽമെന്നെങ്ങാനും പാല് മേടിച്ചുകൂടാ തനിക്ക്? എടോ മൈമുനെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അവിടെ ക്ഷാമാണെന്നാണ് കേട്ടത്. എന്തുവാ? നമ്മുടെ സുമതിയുടെ അച്ഛൻ മരിച്ചു. ഗോവിന്ദൻ നായരോ? അതല്ല, അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന സുമതിയില്ലേ, അവരുടെ അച്ഛൻ. അൽഹംദുലില്ലാ, ആ പെൺകുട്ടിക്ക് ഇനി ആരും ഇല്ലാണ്ടായില്ല. കൊറേ കാലമായില്ലേ സുഖമില്ലാതെ കിടക്കുന്നു. മരിച്ചത് നന്നായി, ഇനിയിപ്പോ ധൈര്യമായിട്ട് കയറി ചെല്ലാലോ. അല്ലെങ്കിൽ ഈ നാട്ടുകാർക്കൊക്കെ ഒരു സമാധാനം ആയല്ലോ എന്ന് പറഞ്ഞ അതാണ്. ഉണ്ടായിരുന്ന എല്ലാം വിറ്റുപറക്ക് ചികിത്സക്ക് വേണ്ടി ചെലവാക്കിയില്ലേ, ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാൻ നമ്മളൊന്ന് ചെല്ലണ്ടേ? വേണം. ഈ നമ്മളെ കൊണ്ട് ആകാവുന്ന സഹായം ചെയ്യേണ്ട സമയമാണ്. അതെ, അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള കാശ് നമുക്ക് പിരിച്ചുണ്ടാക്കാലോ. അങ്ങനെ ഈ തിരുവണ്ണാപുരത്ത് നല്ല മനസ്സുള്ള മനുഷ്യരുണ്ടെന്ന് പുറം ലോകം ഒന്ന് അറിയണ്ടേ? വാ. Who is this girl? Very nice figure. അല്ല, പണ്ടത്തെ ബീരാനിക്കാടെ കട തന്നെയല്ലേ ഇത്? കുറ്റി ഏതാ? കുറ്റിയോ? I am 8 years Gulf. അവിടെ നോ മലയാളം സ്പീക്കിംഗ്. നിങ്ങൾ ആരാ? ഓക്കെ, വെരി നൈസ് ക്വസ്റ്റ്യൻ. ഞാൻ ആരാണെന്നല്ലേ പറയാം. കുട്ടി, കോടീശ്വരനായ ഒരു IRDP ആണ് ഞാൻ. അല്ല, NRI പൗരനാണ് ഞാൻ. അല്ല, കുട്ടിയുടെ പേര് പറഞ്ഞില്ല. മൈമുന. മൈ ഗോഡ്, എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. വണ്ടർഫുൾ. എന്റെ കണ്ണിന് എന്നാ പറ്റിയത്? കണ്ണിനെന്ത് പറ്റി? കണ്ണി സുഖടാ? അതല്ല, എനിക്കിത് മൈമുന എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല. കാന്താരിമുള പോലെ ഇരുന്ന പെണ്ണ് അങ്ങ് പോയപ്പോ നീ ആകപ്പാടെ വളർന്നൊരു വാഴപ്പിണ്ടി പോലെയാ എന്റെ മൈമുന. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഈ വളയിട്ട് കൈകൊണ്ട് ഒരു ചായ. എക്സ്ക്യൂസ് മീ മൈമുന, ഞാനൊരു നഗ്ന സത്യം പറഞ്ഞാൽ മൈമുന ഞെട്ടരുത്. ഈ ചായക്കടയിലെ പുകയും കരിയുമേറ്റ് വാടിക്കരിഞ്ഞു പോകാനുള്ളതാണോ സുന്ദരമായ ഈ മുഖം? ഞങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. നിന്നെ ഞാൻ സഹായിക്കാം. ഈ കരിവുരുണ്ട ലൈഫിൽ നിന്നും മൈമുനയ്ക്ക് ഞാനൊരു പുതുപുത്തൻ ലൈഫ് ഓഫർ ചെയ്യുകയാണ്. അറബ് രാജ്യത്തെ പച്ച വിരിച്ച മണലാരണ്യത്തിൽ നിനക്കൊരു രാജകുമാരിയെ പോലെ അടിച്ചു പൊളിച്ച് ജീവിച്ചു കൂടെ?
നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് ഞാൻ ഗൾഫിൽ ഒരു ജോലി വാങ്ങിച്ചു തരും. ഇവിടുത്തെ ഈ പാക്കറ്റ് പാലിന് പകരം നല്ല ഒന്നാന്തര ഒട്ടകത്തിന്റെ പാലും ഈന്തപ്പഴത്തിന്റെ കുരുവും തിന്ന് നിനക്ക് അടിപൊളിയായിട്ട് ജീവിച്ചു കൂടെ? ഗൾഫിൽ പോകാൻ എനിക്കും ആഗ്രഹമുണ്ട്. ആ ശരി, പിന്നെ എന്താ കുഴപ്പം? പക്ഷേ എന്റെ ബാപ്പനെ ഒറ്റയ്ക്കാക്കി ഞാൻ എങ്ങനെയാ വരുന്നേ? അപ്പൊ വീരാനിക്കക്ക് ഇതുവരെ തീരുമാനമായില്ല? എന്ത് തീരുമാനം? ഞാൻ വിചാരിച്ച് വീരാനിക്ക മരിച്ച് മണ്ണോടൊടിഞ്ഞ് ഒന്നുമല്ലാതെ തീർന്നു. അനക്ക് നമ്മുടെ മയ്യത്തെടുക്കണ അല്ലേടാ? ആരാടാ ഹിമാറതി? അയ്യോ, വീരാനിക്കക്ക് എന്നെ മനസ്സിലായില്ല. ഈ തിരുവണ്ണാപുരത്തെ ഓരോ മണൽ തരിക്കും എന്നെ അറിയാം. അപ്പൊ അനക്ക് മണൽബാരായിരുന്നോ തൊഴില്? ഓ അല്ല വാപ്പ, ഒരു വലിയ പണക്കാരനാ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നമുക്കേ ഞമ്മളില്ലാത്ത തക്കം നോക്കി വഴിയേ പോകുന്ന നമുക്കുകളോട് വർത്താനം പറയില്ലെന്ന് നമ്മള് പറഞ്ഞിട്ടില്ലേ? അതിനാ വർത്താനം വീരാനിക്ക പറഞ്ഞേ? ഞാൻ വഴിയെ പോയ വയ്യാവരിയാണോ? ഒന്നാന്തര AC കാരി വന്ന ഒരു NRI പൗരനല്ലേ? എടീ, കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണാണ് നീ. മനുഷ്യനെ കൊണ്ട് അതും ഇതും പറയിക്കാതെ കേറി പോടിയകത്ത്. പാവം കേൾ, അവൾ ആകെ അപ്സെറ്റ് ആയി കാണും. അവളോട് ഇത്ര വേണ്ടായിരുന്നു വീരാനിക്ക. എടാ, നമ്മുടെ മോളോട് എന്ത് പറയണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് ചോദിക്കാൻ നീ ആരാണ്? മിസ്റ്റർ ബീരാനിക്ക, എനിക്ക് കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ലഗ്നം വരുന്നു. നിങ്ങളൊക്കെ ഇപ്പോഴും പഴയ ആ കാളവണ്ടി യുഗത്തിലാണോ ജീവിക്കുന്നത്? എടാ കൊച്ചനെ, നീ ഏതാ? നിന്നെ ഞമ്മക്ക് പിടികിട്ടണില്ലല്ലോ. മനസ്സിലാകില്ല, കാരണം ഞാനിപ്പോ പഴയ ഞാനല്ലല്ലോ. കോടികൾ കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന മില്യനാണ് ഞാൻ, മില്യൻ. ഞാൻ പഴത്തിന്റെ കാശ് തന്നില്ലല്ലോ. ഒരു പഴം എടുത്തായിരുന്നു. അല്ലാ, 1.5 രൂപയുടെ പഴത്തിന് 100 രൂപയോ? ബാക്കി തരാൻ ഇവിടെ ചില്ലറയില്ല. അതിനാർക്ക് വേണം ബാക്കി? 1000-ൽ താഴെയുള്ള ഒരു നോട്ടുകൾക്ക് ഞാൻ ബാലൻസ് വാങ്ങാറില്ല. ബാക്കി വീരാനിക്ക കൈവച്ചോ. പടശോനെ, ഈ ദുനിയാവിൽ ഇത്രയും വലിയ മനുഷ്യരുണ്ടോ? പടശോൻ എന്നെ കാത്തോളൂ. അല്ല, ഇവിടെ എവിടേക്കാണാവൂ? ഞാൻ ആരാണ്, എവിടേക്കാണ് എന്നുള്ളത് സസ്പെൻസ്. തൽക്കാലം ഞാനൊരു ക്ലൂ തരാം. എന്നതാ? ഓ, ഒരു ഉപമ തരാമെന്ന്. എന്നെ ഇത് കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് മുമ്പ് ചന്നം ഭിന്നം പെരുമഴ പെയ്യുന്ന ഒരു കർത്തവാവ് രാത്രിയിൽ കുതന്ത്രശാലിയും കുരുട്ടുബുദ്ധിയുമായ ഒരു അമ്മാവന്റെ പാരകൾ ഏറ്റുവാങ്ങി. അന്ന് രാത്രി ചെറുപ്പക്കാരൻ തിരുവണ്ണാപുരത്തെ പുഴ നീന്തിക്കടന്ന് നാട് നീങ്ങി. ഓ എന്റെ പൊന്നെ, ഈ നാട്ടിൽ നിന്ന് ഞാൻ പോയെന്ന്. അന്ന് വാങ്ങിക്കൂട്ടിയ പാരകൾ മുഴുവനും ഡബിളും ത്രിബിളുമായി തിരിച്ചു കൊടുക്കാനായി മാക്സിമം ഫണ്ട് റേസ് ചെയ്ത് അവൻ തിരിച്ചു വന്നിരിക്കുകയാണ്. വീരാനിക്ക, ഇപ്പോൾ ഞാൻ പോകുന്നത് ഒറ്റയ്ക്കാണെങ്കിലും മടങ്ങി വരുമ്പോൾ എന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടാകും. ഒരു ബ്യൂട്ടിഫുൾ ഗേൾ. അയ്യോ, ഞങ്ങളെ വിട്ടിട്ട് പോയില്ലേ? എന്റെ മോക്കിനി ആരാ ഉള്ളത്? സാരമില്ലമ്മേ, എനിക്ക് ട്യൂട്ടോറിയൽ കോളേജിൽ അശോക മാഷ് ഉണ്ടല്ലോ. അമ്മക്കിനി ആരാ ഉള്ളത്? അമ്മേനെ തനിച്ചാക്കി ഞാനിനി എങ്ങനെ പോകും? അയ്യോ, എന്റെ കാര്യത്ത് മോള് കരയേണ്ട മോളെ. നിനക്കൊരു ജീവിതം ഉണ്ടായ അമ്മയ്ക്ക് സമാധാനമായിട്ട് പോവാലോ. അയ്യോ, അമ്മയും കൂടെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അനാഥയായി പോവൂലേ അമ്മേ? മരിക്കാനോ? തനിച്ചാവോന്നോർത്ത് മോൾ ഒരിക്കലും വിഷമിക്കണ്ട. കുട്ടിക്കാരൻ കുമാരൻ എനിക്ക് വാക്ക് വന്നിട്ടുണ്ട്. അങ്ങേരുടെ കൂടെ സമാധാനമായിട്ട് പോവാന്നാ ഞാൻ പറഞ്ഞത്. അയ്യോ, കരയണ്ട മോളെ, കരയല്ലേ. നിങ്ങൾ ഇത്ര നേരം കരഞ്ഞല്ലേ? കരച്ചു നിർത്ത്. ഫോട്ടോ എടുക്കാൻ ആള് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്. ഓ, ഇത്ര നേരം കരഞ്ഞല്ല, ഇനി എന്തിനാ 5 മിനിറ്റ്? അയ്യടാ, കരയാനല്ലടോ, ഞങ്ങൾക്ക് മുടി ചികി കിട്ടി ഒന്ന് ഒരുങ്ങാനാ. ഞങ്ങൾ വരുന്നവരെ താൻ ഇവിടെ ഇരുന്ന് കരയോ, ഇല്ലെങ്കിൽ നാട്ടുകാരെന്ത് കരുതും? അമ്മേ, മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. പോയത് പോയി, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ അന്വേഷിക്കുന്ന കാര്യം രമണൻ മരണം മുൻകൂട്ടി അറിഞ്ഞെന്നാ എനിക്ക് അതിനുള്ള സിദ്ധി ഒന്നും രമണില്ല. സിദ്ധിയോ? മരണം മുന്നിൽ കാണാനുള്ള അത്ഭുത സിദ്ധിയില്ലേ, അതൊന്നും ആ കൊഞ്ഞാണ്ട് കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞത്. ഓ, അതല്ലടോ അച്ചായ പറഞ്ഞത്. പിന്നെ മരിച്ച വിവരം രമണൻ നേരത്തെ അറിഞ്ഞെന്ന്. ഓ, അതാണോ ഉദ്ദേശിച്ചത്? ഇയാൾ എവിടുത്തെ വാടു. നമസ്കാരം. രമണ, ഇവന്റെ ആരെങ്കിലും അല്ല. പിന്നെ ഈ പട്ടി മോങ്ങണ പോലെ മോങ്ങണേ ഓവറാക്കി കൊന്നുകളെ. ബന്ധുക്കാരെല്ലാവരും വന്നില്ലേ? ഏയ്, ഞാൻ ഒറ്റയ്ക്കാ പോകുന്നത്. ബന്ധക്കാരും സ്വന്തക്കാരെയും കൂട്ടിക്കൊണ്ടുവരാൻ കല്യാണം വീഴണം, മരണ വീഴണം. എടാ, നിന്റെ അമ്മായപ്പനും അമ്മായിമ്മയും കൊണ്ടുവന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. മരിച്ച ആളുടെ ബന്ധുക്കളൊക്കെ എത്തിയോന്ന്. ഇവർക്ക് ഇവിടെ പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ലേ? പിന്നെ ഇവരുമായി ബന്ധപ്പെട്ടവരൊക്കെ എത്തിയിട്ടുണ്ട്. അതാരാ? വീടിന്റെ വാടക കിട്ടാനുള്ള ഗോവിന്ദൻ നായര്, ആശുപത്രി ചെലവിന് പലിശക്ക് പണം കൊടുത്ത ബ്ലേഡുകാരൻ, ശവം കൊണ്ടുവന്ന ആംബുലൻസിന്റെ ഡ്രൈവർ. അപ്പൊ വേണ്ടപ്പെട്ടവരായിട്ട് ആരുമില്ലേ? ഇവരൊക്കെ വേണ്ടവര് തന്നെയാ, കാശാണല്ലോ. അയ്യോ, ഞങ്ങളെ പോയില്ലേ? എന്റെ മോക്ക്
ആഹാ, അത് ശരി. അപ്പൊ ഇതിന്റെ ഇടക്കാരെ ഇട്ടിട്ട് പോയി കളഞ്ഞു. മരിച്ച ആളുടെ കേസാണ്. ഓ അത് ശരി. അപ്പൊ ഈ മൊത്തത്തിൽ ഇടപാട് തീർക്കണമെങ്കിൽ കാശ് വേണ്ടേ? ഒരു കാര്യം ചെയ്താലേ നമുക്ക് പിരിക്കാൻ പോയാലോ? കയറ് പിരിക്കാനോ? ഓ കയറല്ല, കാശ്. വട്ടച്ചെലവിനുള്ള കാശ് വേണ്ടേ? അത് ശരിയാ. പ്രോഗ്രാം ഒന്നും ഇല്ലാത്തതുകൊണ്ട് വട്ടച്ചെലവിനുള്ള കാശില്ലാതെ വിഷമിച്ചിരിക്കാനാണ്. നിനക്ക് പുട്ടും കടലടിക്കാനുള്ള കാശല്ല, മരിച്ച ആൾക്ക് വേണ്ടിയാ. ഓ മരിച്ച ആൾക്ക് എന്തിനാ ഭാർഗവ പുട്ടുകടലേ? ഓ ഒന്നും മിണ്ടാതെ വരുന്നുണ്ടാ. ബാന്ന്. അല്ല ഇവിടെ എന്താ ഒരു ആൾക്കൂട്ടം? ഇവരെ അറിയോ? ഈ ഇരിക്കുന്നവരെയോ? ഞാൻ എങ്ങനെ അറിയാനാ? കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ദുബായിലല്ലേ. നാട്ടുകാരെ അല്ല, വീട്ടുകാരെ. ഓ എന്തൊരു ചോദ്യമായത്. പാലക്കല ഗോവിന്ദൻ നായരുടെ വീടല്ലേ ഇത്? അവിടെ താമസിക്കുന്നവരെ എനിക്കറിയുമെന്നോ? ഈ വസുമതിയുടെ അച്ഛൻ എന്റെ ആരാന്നാ കരുതിയത്? ആരാ? എന്റെ അമ്മാവൻ. അപ്പൊ സുമതി എന്റെ മുറപ്പെണ്ണ്. അവളെ സ്വന്തമാക്കാൻ വേണ്ടിട്ടല്ലേ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ദുബായിൽ പൊരിഞ്ഞ വെയിലത്ത് കിടന്ന് പണിയെടുക്കുന്നത്. അല്ലല്ല, വിസ തീർന്നപ്പോ എന്നെ കയറ്റി വിട്ടത്. അല്ല എന്ത് വിവരമെന്നാ പറഞ്ഞേ? വസുമതിയുടെ അച്ഛൻ ഇന്നലെ രാത്രി കാലപുരിക്ക് പോയി. പോയെങ്കിൽ എന്തെങ്കിലും ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരുമല്ലോ. ഓ അതല്ല, തട്ടിപ്പോയെന്ന്. ഞാനിതെങ്ങനെ സഹിക്കും? എന്റെ അമ്മാവാ. സഹിക്കണം. വിധിയാണെന്ന് കരുതി സമാധാനിക്കണം. സമാധാനിക്കാനോ? എത്ര CD ഇട്ട് ഡയലോഗ് കാണാപ്പാടം പഠിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നെന്ന് അറിയാമോ? അമ്മാവന്റെ മുഖത്ത് നോക്കി 4 ഡയലോഗ് പറയാനുള്ള അവസരമല്ലേ തൊളിച്ചത്. എന്ത് ഡയലോഗ്? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആദ്യം പണത്തിന്റെ പേരിൽ സ്നേഹിച്ച വസുമതി എന്നെ തള്ളി പറഞ്ഞു. ഇപ്പൊ മരണത്തിലൂടെ അമ്മാവനും എന്നെ തോൽപ്പിച്ചു. തൊഴിലുകളെല്ലാം ഏറ്റുവാങ്ങാൻ ശശി മാത്രം മിച്ചം. ഞാൻ എന്തായാലും ഇപ്പൊ വന്ന് നന്നായി. ആ മുഖം ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. അതെ, വസുമതി വഴിയാതാരാവാതെ രക്ഷപ്പെടുകയും ചെയ്തു. എന്നാ ശശി അകത്തോട്ട് ചെല്ലേ. ഞങ്ങള് ബാക്കി കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ചെറിയൊരു പിരിവിന് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. പിരിവോ? അതെ, അമ്മാവൻ കുറെ കാലമായിട്ട് ഹൈടെക് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. കർമ്മങ്ങൾ നടത്താനൊന്നും അവരുടെ കയ്യിൽ കാശില്ലെന്നേ. എന്റെ അമ്മാവന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ആൾക്കാരുടെ വക പിരിവോ? ഈ ശശി ജീവനോട് ഇരിക്കുമ്പോ അതിന് സമ്മതിക്കാല. അപ്പൊ കാര്യങ്ങൾ എങ്ങനെ നടത്തും? ഞാൻ നടത്തും. അമ്മാവൻ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരണമെങ്കിൽ നീ പോയി 4 കാശ് സമ്പാദിച്ചിട്ട് വാടാ എന്ന്. ആ പറഞ്ഞതും കേട്ടുപോയി ഞാൻ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടാണ് തിരിച്ചു വന്നത്. സുമതിയുടെ കൈ പിടിച്ച് എനിക്ക് ഇവിടുന്ന് അന്തസ്സായിട്ട് ഇറങ്ങിപ്പോണം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തണം. അല്ല, ഇത്രയും വലിയൊരു ബാധ്യത ഒറ്റയ്ക്ക് ഏറ്റെടുക്കണോ? ബാധ്യത അല്ലത്, ഇതെന്റെ ഒരു കടമയാണ്. അപ്പോ പിരിവ് വേണ്ടെന്ന് വെക്കാം. ഔട്ട്സൈഡ് പിരിവേ വേണ്ട. ഓക്കെ, എന്തൊക്കെ ചെയ്യണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. അതെല്ലാം ഞാൻ അങ്ങോട്ട് ചെയ്തിരിക്കും. എന്റെ സുമതിക്ക് വേണ്ടി ഞാൻ ഇത്രയും ചെയ്യണ്ടേ എന്റെ സഞ്ചിയുള്ള ചേട്ടാ? പിന്നെ ശ്മശാനത്തിൽ കൊണ്ടുപോകാൻ ഒരു വണ്ടി വേണമായിരുന്നു. ഞാൻ വന്ന കാറ് കിടപ്പുണ്ട്. അതല്ലെന്നേ, ശവം തള്ളിക്കൊണ്ടുപോകാനായിട്ട് ഒരു ഉന്തുവണ്ടി. ഉന്തുവണ്ടിയും കാളവണ്ടിയും ഒന്നും വേണ്ട. നല്ല എയർ കണ്ടീഷനായ ലക്ഷറി ആംബുലൻസ് തന്നെ വേണം. കൂടി വന്ന ഒരു 15,000 രൂപ അത്രയല്ലേ ഉള്ളൂ. എന്റെ അടുത്താണോ നിങ്ങൾ അമ്മാവിന് വേണ്ടി കണക്ക് പറയുന്നത്? 15,000 ഉണ്ട്. ഓക്കെ, അപ്പേ ആംബുലൻസിന്റെ കാര്യം ഞാൻ എന്റെ വസുമതിക്ക് വേണ്ടി ഞാൻ ഇത്രയും ചെയ്യണ്ട എന്റെ അല്ല, ഈ അവിടെ ദഹിപ്പിക്കാനായിട്ടേ ചകിരിയും വിറകൊക്കെ വേണം. വിറകിനൊക്കെ ഇപ്പൊ ഭയങ്കര വില. അല്ല, മാവ് വേണോ പ്ലാവ് വേണോ? മാവും ചക്കയും പ്ലാവും ഒന്നും വേണ്ട. നല്ല ഒന്നാന്തരം ചന്ദനമുട്ടികൾ അടുക്കി വേണം ഈ ശശിയുടെ അമ്മാവിനെ ദഹിപ്പിക്കാനായിട്ട്. ചന്ദനമുട്ടികളോ? അതിനൊക്കെ ഒത്തിരി കാശാവും. അതെനിക്കൊരു പ്രശ്നമേ അല്ല. ഇന്നാ 50,000 രൂപ ഉണ്ട്. 30,000 രൂപയ്ക്ക് ചന്ദനമുട്ടി, ഒരു 10,000 രൂപയ്ക്ക് കർപ്പൂര, അതിന്റെ മറ്റേ സാമഗ്രികൾ. ബാക്കി പൈസ കൈവച്ചോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കായിരുന്നാ മതി. ഇനി ആവശ്യമുണ്ട് ചോദിച്ചോണം. ഓക്കെ, അത് ഞാനെന്ന ചന്ദനമുട്ടിയായിട്ട് ഇപ്പൊ വരാം. ആയിക്കോട്ടെ. ഓക്കെ, പിന്നെ റബ്ബർ തടിയായിട്ട് വരരുത്. റബ്ബർ തടി ഏതാണ്, ചന്ദനമുട്ടി ഏതാണ് തിരിച്ചറിയാനുള്ള പ്രായം എനിക്കുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് നോക്കി. എന്റെ വസുമതിക്ക് വേണ്ടി ഞാൻ ഇതൊന്നും ചെയ്യണ്ട എന്റെ തോക്കുള്ള ചേട്ടാ. അമ്മാവാ, എന്റെ ദൈവമേ, ചതിച്ചെന്നാ തോന്നുന്നു. ചേട്ടോ, എല്ലാം കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞിട്ടില്ല, കുറച്ച് ആയം പരിപ്പോടെയും കൂടി ബാക്കിയുണ്ട്. അതല്ല ചോദിച്ചത്, ശവദാനം കഴിഞ്ഞോന്ന്. എന്തിനാ, റീത്ത് വെക്കാനാണോ? ഓ,
ശവം ഇവിടെ എടുക്കുന്നതിന് മുമ്പേ എന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. അതിനെ നമ്മൾ അതല്ല കൂട്ടത്തിൽ തന്റെ ശവം കൂടി എടുത്തോണ്ട് പോണോ? മിക്കവാറും അത് വേണ്ടി വരും. ചത്ത ആൾക്കങ്ങ് പോയാൽ മതി. ഈ ശവത്തിന് വേണ്ടി 1-2 രൂപയല്ലേ മുടക്കിയിരിക്കുന്നത്. രൂപ 60,000 രൂപയാണ് മുടക്കിയിരിക്കുന്നത്. അത്രേ ഉള്ളോ കാര്യം? ആ നിൽക്കുന്ന വിദേശ മലയാളിയാണ് ചത്ത ആൾക്കുടെ മകളെ കെട്ടാൻ പോകുന്നത്. കിട്ടാനുള്ള കാശ് അവിടെ ചോദിച്ചാ മതി. ഒട്ടക്കണക്കിന് കാശുമായിട്ടല്ല വന്നിരിക്കുന്നത്. അയ്യോ, ആരെങ്കിലും ഒരാൾ ചത്തെന്നറിഞ്ഞ നാട്ടിലുള്ള പലിശക്കാരൊക്കെ കൂടി കാക്ക കൂടുന്ന പോലെ അങ്ങോട്ട് കൂടിക്കോളും. സബ് ആക്രാന്താത്മികെ. ഇതാണ് ഹോസ്പിറ്റൽ ബില്ല്. ഇതാണ് ഹോസ്പിറ്റൽ ബില്ല്. 1,20,410 രൂപ. ഈ നക്കാപ്പിച്ച കാശിന് വേണ്ടിയാണോ എന്റെ അമ്മാവന്റെ ബോഡി മണിക്കൂറുകളോളം നിങ്ങൾ ആശുപത്രി പിടിച്ചു വെച്ചത്? വെരി ബാഡ്. എന്നാ പിടിച്ചേ നിങ്ങളുടെ കാശ്. കാശ് വാരിക്കൊണ്ട് വന്നവനാണ് ഞാൻ. ഇനി മേലെ ഈ ഏരിയ കണ്ടുപോയി ഞങ്ങളെ ബോഡി മാപ്പ് പറഞ്ഞോട്ടെ. ഒരു കോപ്പെന്നാന്നും പറയണ്ട. നിക്കേ, ഇതെല്ലാം ഞാൻ എന്റെ വസുമതിക്ക് വേണ്ടിയാ ചെയ്യുന്നത് കേട്ടോ. അതെ, എനിക്കൊരു 5,000 രൂപ കിട്ടാനുണ്ട്. ആംബുലൻസിന്റെ വാടക 5,000 രൂപ അല്ലേ? ആഹാ, ഒരുത്തന്റെ കാശ് ഞാൻ മിച്ചം വെക്കുകയല്ല. 6,000 രൂപ ഉണ്ട്. ഒരു സന്തോഷത്തിന് വേണ്ടി 1,000 രൂപ കൂടുതലുണ്ട് കേട്ടോ. എല്ലാം എന്റെ വസുമതിക്ക് വേണ്ടിയാണ്. കൂട്ടുകാരോട് ഒരു പറഞ്ഞിരിക്കട്ടോ. ഇനി അമ്മാവന്റെ ഇടപാടുകാരുണ്ടെങ്കിൽ കടന്നു വരാം. എന്റെ ഒരു ഇടപാട് കൂടി തീർക്കാനുണ്ട്. അതെന്താ ഇടാ കൂടവാ? സാറിന്റെ ഭാവി അമ്മായിച്ചിന് വേണ്ടി. ഓ, മരിച്ചു പോയാക്ക് എവിടെയാടോ ഭാവി? ഭാവി അല്ലെങ്കിൽ ഭൂതം. ഭൂതകാല അമ്മായിച്ചിന്റെ ചികിത്സാ ചെലവിന് വേണ്ടി പലിശക്ക് എന്റെ കയ്യിൽ കുറച്ച് പണം വാങ്ങിച്ചിട്ടുണ്ട്. ശരി, എത്രയുണ്ട്? 60,000 രൂപ. അത്രേ ഉള്ളോ? അത്ര അല്ല, അതിന്റെ പലിശയുടെ പലിശയും കൂടി കൂട്ടി ഒരു 3.5 ലക്ഷം രൂപ വരും. 3.5 ലക്ഷം രൂപയോ? എടോ, ഇത്രയും കാശുണ്ട് എന്റെ അമ്മാവന് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലിൽ പണിയാണല്ലോ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാശ് ഇപ്പൊ തന്നെ കിട്ടണം. നടക്കുകയല്ല. അതെ, കാശ് തന്നില്ലെങ്കിലേ ബുദ്ധിമുട്ടും. കാട് 2 മാസവും തല്ലി ഓടിച്ചു കളയും. മനുഷ്യനെ കൊല്ലാൻ മാത്രല്ല, പച്ചക്ക് തിന്നാനും ഈ വാസുവിന് വടിയിൽ. അറിയോ എന്റെ പൊന്നു വാസു? അതിന്റെ ഒന്നും ആവശ്യമില്ല. അതെ, എന്റെ ഇപ്പൊ കാശായിട്ട് തരാനില്ല. ഞാൻ ചെക്ക് തരാം. ബാങ്കിൽ ചെന്ന് ഒപ്പിട്ടങ്ങ് മാറിയച്ചാ മാത്രം മതി. എന്റെ ജീവിതമാ സാറ് രക്ഷിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ എന്റെ കിടപ്പാടം പണയം വെക്കിട്ട് വന്നേരെ. താങ്ക് യു. ഞാൻ വരട്ടെ. അതെ, എല്ലാം എന്റെ വസുമതിക്ക് വേണ്ടിയാണ്. ഇത്രയെങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി ചെയ്യണ്ടേ? അമ്മാവന്റെ ശവം എടുക്കുന്നതിന് മുമ്പ് ഒരു നയാ പൈസ ആർക്കും കൊടുക്കാനുണ്ടാകരുത്. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതെ, ചെറിയൊരു ഇടപാടും കൂടി തീർക്കാനുണ്ട്. അമ്മാവൻ നല്ലൊരു ഇടപാടുകാരനാണല്ലേ? അതല്ല, പിന്നെ വീടിന്റെ വാടക. ഓ, അത് കൊടുക്കാം. ഹലോ, ഞാൻ ഉടനെ വരില്ല. എന്റെ അമ്മാവൻ മരിച്ച സീസണാണിത്. ഓക്കെ. നമുക്ക് ഈ വീടിന് മുമ്പിൽ ഒരു പന്തലിടണ്ടേ? വരുന്നവർക്ക് ഇരിക്കാനായിട്ടൊരു കസേരകളും വേണം. ഒന്നിനൊരു കുറവ് വരുത്തരുത്. ഓക്കെ? അതൊക്കെ വേണം. വേണം. ഓ, ശരി എന്നാ അങ്ങോട്ട് ഇരിക്കും. ആൾക്കാർ വന്നിട്ട് ഇരിക്കാൻ സീറ്റില്ല, തിരിച്ചു പോകുന്ന കണ്ടോ? അമ്മാവനല്ലേ എന്റെ ക്ഷീണം. ഇന്നാ ഒരു 10,000 രൂപ ഉണ്ട്. എല്ലാം നിങ്ങൾ തന്നെ വേണം നോക്കി കണ്ടും ചെയ്യാനായിട്ട്. പണം എനിക്കൊരു പ്രശ്നമേ അല്ല. അപ്പോ നമുക്കൊരു തൽക്കാലം ഒരു ഓലപ്പന്തൽ തന്നെ. അയ്യേ, ഓലപ്പന്തലോ? നിങ്ങൾ ഈ യുവജനോത്സവം കണ്ടിട്ടില്ലേ? അവിടെ ഇരുന്ന ഒരു സൈസ് പന്തലില്ലേ ഇങ്ങനെ തിളക്കമൊക്കെ തൂങ്ങിക്കിടക്കുന്നേ? ഏകദേശം അതേപോലുള്ള ഒരു പന്തലായിരിക്കണം. പിന്നെ ഇരിക്കാനായി ഇഷ്ടംപോലെ ചെയറുകൾ നിർത്തിക്കോ. ഓക്കെ. അപ്പൊ ഭക്ഷണം നമുക്ക് കഞ്ഞിയും ചെറുപയറും ചമ്മന്തിയും തന്നെ അങ്ങോട്ട് ആക്കാം. ഒരൊറ്റ കീറങ്ങ് തരും. ഇവിടെ ഒന്നുമല്ലേലും ഞാനൊരു NRI അല്ലേ, എന്റെ പേര് കളയല്ലേ. വരുന്നവർക്ക് നല്ല ഒന്നാന്തരം ചിക്കൻ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഐസ്ക്രീമും നൂഡിൽസും ഒക്കെ, പിന്നെ കുട്ടികൾക്ക് വേണ്ട കുറെ സ്വീറ്റ്സും ടോയ്സും ഒക്കെ വാങ്ങിച്ചു ഇട്ട് കൊടുക്കുക. അവര് ഉമ്മാന്ന് കളിക്കട്ടെ. ഒന്നിനും ഒരു കുറവ് വരുത്തരുത്. എന്റെ വസുമതിക്ക് വേണ്ടി ഞാൻ ഇത്രയും ഒന്ന് ചെയ്യണ്ടേ എന്റെ സുഹൃത്തെ. പിന്നെ ഞാൻ വന്നിട്ട് ഇത്ര നേരമായിട്ടും എന്റെ വസുമതി ഒന്ന് കണ്ടില്ല. പാവം എന്ത് വിചാരിച്ചു കാണും? ഞാനൊന്ന് വസുമതിയെ കണ്ടിട്ട് ഓടി വരാം. അല്ല, നമുക്ക് ആ വാടകക്കാരന്റെ ബാധ കൂടി തീർത്തിട്ട്. ഓക്കെ, ആയിക്കോട്ടെ. എത്ര രൂപ വാടകക്കാരന് വാടക കാശ് മേടിച്ചോ? വാ, ഒരു 50,000 രൂപ കൊടുത്തേക്കല്ലേ? എന്തായാലും ജീവിച്ചിരുന്നപ്പോ അമ്മാവനെ സഹായിച്ച ആളല്ലേ. എനിക്ക് പണം ഒരു പ്രശ്നമല്ലല്ലോ. വരൂ ഗോവിച്ചേട്ടാ, നിങ്ങളുടെ കാശ് വന്ന് മേടിക്കുന്നു. വന്ന് വാടക എത്ര വെച്ചാ മേടിക്കും. ഇതല്ലെന്ന്. എന്താണോ പ്രേതം? അമ്മാവൻ. പ്രേതോ? അമ്മാവനോ? എടോ, ഇത് അമ്മാവനല്ല, ഇതാണ് ഗോവിന്ദേട്ടൻ. അകത്ത് കിടക്കുന്ന നിന്റെ അമ്മാവന് വീട് വാടക കൊടുത്തിരിക്കുന്നത് ഗോവിന്ദേട്ടനാണ്. ഇതാണ് എന്റെ അമ്മാവൻ. അപ്പൊ അകത്ത് കിടക്കുന്ന ആരാടാ? ആരാ? അത് സുമതിയുടെ അച്ഛൻ. അപ്പൊ ഈ അമ്മാവനോ? എടാ, എന്റെ മോള് വസുമതി അകത്ത് മരിച്ചു കിടക്കുന്നത് സുമതിയുടെ അച്ഛൻ. ഈ വീട് വാടകയ്ക്ക് കൊടുത്ത് ഞാനും കുടുംബവും 2 വർഷമായി പുതിയ വീട്ടിലാണ് താമസം. അപ്പൊ ഞാൻ വസുമതിക്ക് വേണ്ടി വാരി എറിഞ്ഞ കാശോ? ഗോവിന്ദ. എന്നെ വിളിച്ചോ? ചേട്ടനെ വിളിച്ചല്ല, നിന്റെ കാശ് മൊത്തം ഗോവിന്ദ. അമ്മാവ.
വളരെ വേഗതയേറിയ ഒരു യുഗത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടുജോലികൾ ചെയ്യുവാനോ കുട്ടികളെ നോക്കുവാനോ അവരുടെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനോ ഒന്നും നമുക്ക് തീരെ സമയമില്ല. വീട്ടുജോലിക്കാരും ഹോം നേഴ്സും അല്ലെങ്കിൽ മറ്റ് ഏജൻസികളുമൊക്കെയാണ് ആ ജോലികൾ നമുക്ക് വേണ്ടി ചെയ്തു തീർക്കുന്നത്. ഇതാ അങ്ങനെയുള്ളൊരു ജീവിത സാഹചര്യത്തിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ സ്കിറ്റ് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, അവനവൻ ചെയ്യേണ്ട ജോലികൾ അവനവൻ തന്നെ ചെയ്യണോ വേണ്ടയോ എന്ന്. എന്റെ ചേട്ടാ ഒന്ന് ക്ഷമിക്കുക, അവര് വരും. എന്റെ ഓഫീസിലേക്ക് ഇവിടെ നിന്നൊരു ഫോൺ വന്നായി. കുട്ടിയെ നോക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞു. ഞാനാ വിളിച്ചത്. ഇതാണോ നോക്കട്ടെ കുട്ടി? ആണോ? ഞാനാണ് ഏജന്റ്. ഇവരാണ് കുട്ടിയെ നോപ്പിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചിട്ടുണ്ട്, മിസ്റ്റർ പ്രഭാകരൻ. അപ്പോൾ നമുക്ക് കുട്ടിയെ കുറിച്ചുള്ള കുറച്ച് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. കൊച്ചിന്റെ ബയോഡാറ്റ വേണം. എന്താണ് കൊച്ചിന്റെ പേര്? വികലാംഗനല്ല. ഈ പടി കൊച്ചിനെ അനുസരണശീലം പഠിപ്പിക്കാൻ ഭയങ്കര പ്രശ്നക്കാരനാണ്. അതെ, കുട്ടിയെ കുറിച്ചുള്ള ബയോഡാറ്റ പറയൂ. എന്താണ് കുട്ടിയുടെ പേര്? എന്ത് പ്രായമുണ്ട്? എന്ത് കളറുണ്ട്? എന്തൊക്കെ തരം കഴിക്കും? എന്തൊക്കെ കളിക്കും? എന്തൊക്കെ കുടിക്കും? എന്തൊക്കെ പറയൂ. കുട്ടിയുടെ പേര് ടുട്ടു. ടുട്ടു ടുട്ടു ആരായിട്ട് പാടാൻ പറ്റിയത്? കൊള്ളാം, ടുട്ടു കൊള്ളാം. എത്ര വയസ്സുണ്ട്? 2 വയസ്സ്. കുട്ടി എന്തൊക്കെ കഴിക്കും? എന്തൊക്കെ പറയും? കുട്ടി കഞ്ഞിയും പയറും കഴിക്കും. കഞ്ഞിയും പയറും. അമ്മേ അച്ഛന്നൊക്കെ വിളിക്കും. അമ്മ കൊച്ചിനും വിളിക്കുവോ? 2-ാം വയസ്സിൽ? അങ്ങനെയല്ല, അമ്മ അച്ഛ അങ്ങനെ വിളിക്കും. ശരിയാവും. പിന്നെ വേറൊക്കെ എന്തൊക്കെ ഫെസിലിറ്റീസ്? ക്രിക്കറ്റ് കളിക്കോ? ഫുട്ബോൾ കളിക്കോ? 2 വയസ്സുള്ള കുട്ടിയോ? കളിക്കാൻ പാടില്ലേ? ഞങ്ങൾ കളിപ്പിക്കും. അല്ലെങ്കിൽ പ്രഭാകരൻ കളിപ്പിക്കും. അതെ, വേറെ വല്ല കൊച്ചിയെ കുറിച്ച് പറയാൻ ഒരു കാര്യം പറയാൻ. ഒരു 2000 രൂപ വിറ്റ് സംഭവം റെഡിയാക്കി അതെ പറഞ്ഞതല്ലേ, കൊച്ചു നന്നായിട്ട് കൊച്ചിനെ പ്രഭാകരൻ പൊന്നുപോലെ നോക്കുമെന്നാണ്. പ്രഭാകരന്റെ കയ്യിൽ നിങ്ങളുടെ കുഞ്ഞ് സുഭദ്രമാണ്. ആയിക്കോട്ടെ. മോളെ അമ്മ ഇങ്ങോട്ട് പോയി. എന്താ മോളെ? എന്താ പെങ്ങളെ ഓഫീസിൽ നിന്ന് നേരത്തെ വന്നോന്ന് പറഞ്ഞു? എന്റെ ചേട്ടൻ ഒരു കുഞ്ഞിനെ ഒരാളെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. അയാൾ നോക്കുന്നുണ്ടോ എന്താന്നുള്ളതൊക്കെ നമുക്കൊന്നും അറിയണ്ടേ. ഇന്നത്തെ കാലത്ത് എങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിക്കും കുഞ്ഞുങ്ങളെയൊക്കെ? അതിനു വേണ്ടി നേരത്തെ വന്ന് നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാലോ എന്ന് കരുതിയ. എന്താ കട്ടൻ ചായ. എന്റെ കൊച്ചോടാ കൊച്ച TV കാണുന്നു. TV കാണണോ? മര്യാദക്ക് എന്റെ കൊച്ചവിടെ പറഞ്ഞു. അയ്യോ പറഞ്ഞത് ശരിയാ, ബാത്റൂമില്ല. സത്യം പറ. പ്രഭാകര, അയ്യോ ഇന്ന് നല്ല കളക്ഷൻ ആയിരുന്നടാ. ഞാൻ കൊച്ചിനെ എയർപോർട്ടിന്റെ ഫ്രണ്ടിലായിരുത്തില്ലേ. 2000 രൂപ ഒത്ത്. ഇവൻ നമുക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കി തരും. നാളെ ഇവന്റെ കൈയൊന്നും ചിലപ്പോ തിരിച്ചൊടിച്ചുകൊണ്ട് വെച്ച് ഞങ്ങളെ എയർപോർട്ടിൽ പോയിട്ട് വരിക. അല്ല, എയർപോർട്ടിൽ ഇല്ലാത്ത സമയത്ത് ഞങ്ങളുടെ കൊച്ചിനെ തെണ്ടിക്കാൻ കൊണ്ടോണ്ട് നീ എന്താ ആരുടെ പരിപാടിയാണ്? അതെ, ഞങ്ങൾ ഒന്നും ചെയ്യരുത്. ഞാൻ സത്യം പറയാം, നിങ്ങൾ പിള്ളേരെ നോക്കാൻ വേണ്ടി ഞങ്ങളെ തരൂല്ലേ? ആ പിള്ളേരെ ഞങ്ങൾ ഫുട്പാത്തിലും റെയിൽവേ സ്റ്റേഷനിലെ കൊണ്ട് തെണ്ടിച്ചാണ് ഞങ്ങൾ ജീവിക്കണത്. കിട്ടണതിന്റെ പകുതി ഞാനും എടുക്കും, ഇവരും എടുക്കും. അതുകൊണ്ട് പകുതി തന്നെ അവരിങ്ങോട്ട്. മോളെ, ഇന്നലെ ഞാൻ ട്യൂഷന് പഠിപ്പിച്ചു തന്ന പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച? നല്ല കുട്ടികൾ അങ്ങനെയാണ്. സംശയം ക്ലിയർ ചെയ്തിട്ട് അടുത്ത പാഠഭാഗങ്ങൾ നമ്മൾ പഠിക്കാൻ പാടുള്ളൂ. സൈക്കിള് കണ്ടുപിടിച്ചത് എല്ലാവർക്കും അറിയാലോ, ജോണി ആന്റണി. ഏത് സൈക്കിളാണെങ്കിലും ജനറൽ നോളജ് അനുസരിച്ച് ജോണി ആന്റണിയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ജോണി ആന്റണിയാണ്. കേബിൾ പോയി പറഞ്ഞ അമേരിക്കയിലോട്ടൊന്നും അല്ല പോയത്. കട്ടായി പോയ സാധനം നമുക്ക് ക്ലിയർ ചെയ്താ പോലെ. ഓ, മാനസോത്രി സ്വാമി ഒച്ച ഉണ്ടാക്കല്ലേ. ഞാൻ ഇതൊക്കെ റെഡി. ഞാൻ കേബിൾ ഓപ്പറേറ്ററിനെ വിളിച്ചാ പോരെ? ഹലോ, ഒച്ച ഉണ്ടാക്കല്ലേ, പറയട്ടെ. പാർവതിയുടെ വീട്ടിൽ നിന്നാണേ. അത് ഇവിടുത്തെ കേബിള് പോയത്. ഇപ്പൊ ഒരു സീരിയൽ ഉണ്ട്, അവിടെ ഉണ്ടെന്നാ. അവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇവിടെ വന്നിട്ട് ശരിയാക്കണ്ടേ? കഥ പറഞ്ഞു തരാന്നാ. അതെ, കഥ പറഞ്ഞു തരാം. ഹലോ, ബർത്ത്ഡേ കഴിഞ്ഞ അച്ഛനായിട്ട് കണ്ടോ? ഹലോ, അതെ അതെ, കഥ പറയാവോ? അച്ഛൻ മോളെ കണ്ടോ? ഇതെന്താ
എന്താണ് ഒരുമാതിരി പിച്ചക്കാരുടെ മക്കള് തീറ്റ കിട്ടാത്ത പോലെ കരയണത്? എന്താ പ്രശ്നം? എന്താണ്? കേബിൾ പോയിന്ന് ഇവിടെ. ഇന്നും പോയാ? ഇതെന്താ ഇവിടെ മാത്രം പ്രശ്നം? ഞങ്ങളുടെ കോളനിയിൽ എല്ലായിടത്തും കേബിൾ കണക്ഷൻ ഉണ്ടല്ലോ. ഞാൻ ഒന്ന് നോക്കിട്ട് വരാം. നോക്കിട്ട് വാ. എന്തൊരു കഷ്ടാ നോക്കി. നല്ല സീരിയലല്ലേ കണ്ടോ? എക്സ്ക്യൂസ് മീ, ഈ പാർവതി ചേച്ചി ഞാനെന്താ ഞാനൊന്ന് അന്വേഷിച്ചെന്നറിയോ? വീട് കണ്ടുപിടിക്കാൻ. ചേച്ചി മറ്റേ കുട്ടി ഒളിച്ചോടി കേട്ടോ. ഏത് കുട്ടി? അല്ല മറ്റേ ഇതില്ലേ സീരിയലിനകത്ത്, അത് ഒളിച്ചോടി. ചേച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനല്ലേ ചേച്ചിക്ക് കഥ പറഞ്ഞിരുന്നു, മാനസപുത്രിയുടെ കഥ. കേബിളിന്റെ ആളാണ് രാംദാസ്. സത്യം പറയാൻ ഒരു കാര്യം പറയാം, ഈ ഫോണിൽ കൂടെയുള്ള സംസാരം മാത്രമേ ചേച്ചി നേരിട്ട് കണ്ടിട്ടില്ല. കാണാൻ കഴിഞ്ഞ് വളരെ സന്തോഷം. നല്ല കിളി കൊടുത്ത നാദമാണ് കേട്ടോ. ചേച്ചിയെ പോലെ തന്നെ നാദം. ഇത് അനീതിയാണ്. അതെ പെങ്ങളെ, അത് കേബിളിന്റെ കണക്ഷൻ പോയതല്ല, ആരോ മനഃപൂർവ്വം കട്ട് ചെയ്തിട്ടിരിക്കുക. ആഹാ, ഇവനാണല്ലോ കേബിളിന്റെ ആള്. അപ്പൊ താനാണ് സ്ഥിരമായിട്ട് കട്ട് ചെയ്തിട്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ആള്. ഞാൻ സമ്മതിച്ചെന്ന് പറഞ്ഞു. താൻ എന്തിനോട് കേബിൾ കട്ട് ചെയ്തിട്ടുണ്ട്? എന്റെ ചേട്ടന്മാർക്ക് നിങ്ങൾക്കൊരു ഈ ടി വി കണ്ട ഒത്തിരി എന്റർടൈൻമെന്റ് ഇല്ലേ? എനിക്കൊരു എന്റർടൈൻമെന്റ് ഇല്ല. എന്നാലും ഞാൻ ഫ്രീ ആയിട്ട് കഥ പറഞ്ഞു കൊടുക്കുന്നില്ല. കഥ പറഞ്ഞു കൊടുക്കുന്ന നീ ആരാ? ലോഹിദാസാ? അല്ല, ഐ ആം പ്രൊപ്പറേറ്റർ രാംദാസ്. മേലാലി, ഈ പരിസരത്തങ്ങാൻ നീ കഥ പറയാൻ വന്ന നിന്റെ കൊടല് വലിച്ചാൻ കേബിൾ കിട്ടും, മനസ്സിലായോ? നിർത്തി, ഞാൻ നിർത്തിയത്. ഇനി മേലാൽ ആണുങ്ങളുള്ള വീട്ടിൽ ഞാൻ കഥ പറയാൻ പറ്റത്തില്ല. പോരെ ഓടാ.